VPS Lakeshore SK40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. അതിൻ്റെതായ നൂതന സാങ്കേതിക തികവും അവതരണ ശൈലിയിലെ മനോഹാരിതയും കൊണ്ട് എല്ലാവരെയും ഹൃദയത്തിനുള്ളിൽ കവർന്നെടുത്ത വ്യക്തിത്വം കൂടിയാണ് ഹാഷ്മി. അദ്ദേഹം ഈ സംഗമത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി നമ്മുടെ ഈ പരിപാടി 24-ന് വിട്ടുകൊടുക്കുകയാണ്. അവർ ഏറ്റവും മനോഹരമായി തന്നെ അത് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവരെ, ഗ്രാമീണ വിശുദ്ധിയുടെ മനോഹാരിത കൊണ്ട്, ഏറ്റവും മികവാർന്ന പ്രതലത്തിൻ്റെ സൗകുമാര്യത കൊണ്ട്, തെങ്ങും മാവും കവുങ്ങും പച്ചിലകൾ ആനന്ദ നൃത്തമാടുന്ന മന്ദമാരുതൻ സ്നേഹത്തിൻ്റെ ഇതൾ വഹിക്കുന്ന മനോഹരമാകുന്ന തീരത്തേക്ക്, മുല്ലച്ചേരിയുടെ മണ്ണിലേക്ക്, സുഭാഷിൻ്റെ മനോഹരമാകുന്ന തീരത്തേക്ക്, ഒരുപാട് കാലചരിത്രത്തിൻ്റെ പ്രയാണ വഴിയിൽ സ്നേഹം കൊണ്ട് ആർജവത്തിൽ കലാകായിക സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തന രംഗം അടയാളപ്പെടുത്തിയ സജീവതയുടെ മനോഹര തീരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഹാഷ്മി, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി 24-ന് വേണ്ടി ഈ മൈക്ക് കൈമാറുകയാണ്. ഇനിയുള്ള നാമ്പുകൾ, ഇനിയുള്ള നേരങ്ങൾ, ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ഏറ്റവും മനോഹരമാകുന്ന വൈകുന്നേരം സായം സന്ധ്യയിലേക്ക് മുത്തം വിട്ടു നിൽക്കപ്പെടുന്ന ഈ മനോഹരമാകുന്ന വേള 24-ൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നല്ല കയ്യടിയോടുകൂടി തന്നെ ഈ മനോഹരമാകുന്ന സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ ഹാഷ്മിക്ക് മൈക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മളൊരു യാത്രയിലാണ്. നിങ്ങൾക്കറിയാം ഇതിനോടകം തന്നെ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്താണ്. അല്പസമയത്തിനകം SKN ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ SKN വരുമ്പോൾ SKNും ആ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളോട് പറയും എന്നാണ് പ്രതീക്ഷിത. പ്രവിത ലക്ഷ്മി കൂടി അതാ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു യാത്രയിലാണ്. കഴിഞ്ഞ മാസം 16-ാം തീയതി തിരുവനന്തപുരത്തു നിന്നും തലസ്ഥാന നഗരിയിൽ നിന്നും തുടങ്ങിയ ഒരു യാത്രയാണ്. തലസ്ഥാന നഗരിയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നാമധേയത്തിലുള്ള ടാഗോർ തിയേറ്ററിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ്. അതിപ്പോൾ ഏറ്റവും അവസാനത്തെ ജില്ലയിൽ 13 ജില്ലകൾ പൂർത്തിയാക്കി 14-ാം ജില്ലയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എവിടെ മനസ്സ് നിർഭയമാകുന്നോ, എവിടെ മനസ്സ് ശിരസ്സുയർത്തി നിൽക്കുന്നോ, അവിടെ അറിവ് സ്വതന്ത്രമാകുന്നു എന്ന് പറഞ്ഞ മഹാനാണ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ആ ടാഗോർ തിയേറ്ററിൽ നമ്മുടെ ഈ യാത്ര, ഈ ലഹരി വിരുദ്ധ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതെങ്കിലും മഹാനടന്മാരോ അല്ല. 100 അമ്മമാരാണ് ആ യാത്ര ഉദ്ഘാടനം ചെയ്തത്. 100 അമ്മമാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ അമ്മമാരല്ല. റാഗിങ്ങിനിരയായി ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥൻ്റെ അമ്മയടക്കം ജീവിതകാലത്തോളം ഹൃദയത്തിൻ്റെ ആഴത്തിൽ വടുക്കൾ പേറുന്ന, അല്ലെങ്കിൽ മരിക്കുവോളം ഓർത്തിരിക്കാനുള്ള വേദനകൾ പേറുന്ന, ഹൃദയത്തിൽ നെരിപ്പോട് നീറ്റുന്ന 100 അമ്മമാരാണ്, 1-2 100 അമ്മമാരാണ് ഈ യാത്ര, അതിൻ്റെ ദീപശിഖ കൊളുത്തി ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ 100 അമ്മമാരുടെ ഹൃദയവേദനയിൽ കൊളുത്തിയ ആ ദീപശിഖയുടെ പതാകവാഹകരായാണ് ഞങ്ങൾ ഈ ജില്ലകളിലുടനീളം യാത്ര ചെയ്തത്. അങ്ങനെ 14 ജില്ലകൾ ഇന്നിപ്പോൾ ഈ സായാഹ്നത്തിൽ, ഈ മനോഹരമായ സായാഹ്നത്തിൽ, ഉദുമയുടെ ഈ മനോഹരമായ സ്ഥലത്ത് നമ്മൾ ആ 14 ജില്ലകളുടെ ജില്ലയിലെ അവസാന സമ്മേളനം പൂർത്തിയാകുന്നു. പിന്നീട് നാളെ കോഴിക്കോട് കടപ്പുറത്ത് ഇതിൻ്റെ മഹാസമ്മേളനം, അതിൻ്റെ ഫൈനൽ സമ്മേളനം, കോഴിക്കോട് സമ്മേളനം നടക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ യാത്ര ഇപ്പോൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ, ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം അങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു ഒരു ആവശ്യകത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തുടനീളം അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന് മറുപടി. എന്തുകൊണ്ട് അപ്പോൾ അങ്ങനൊരു യാത്ര എന്ന ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. SKN നിങ്ങൾക്കറിയാം, R ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന് 40 വർഷങ്ങൾ, മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ 40 വർഷങ്ങൾ ഉറപ്പായും ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതിന് കാരണം ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മാധ്യമപ്രവർത്തനമല്ല. SKN അദ്ദേഹം കടന്നു വന്ന വഴികളിലൊക്കെ വലിയ പാത്ത് ബ്രേക്കിംഗ് ആയ തീരുമാനങ്ങളെടുത്ത, മാധ്യമ മേഖലയിൽ തന്നെ വലിയ ചലനങ്ങളും വലിയ മാറ്റങ്ങളും ഉണ്ടാക്കിയ, വലിയ വഴിത്തിരിവുകളുണ്ടാക്കിയ മാധ്യമപ്രവർത്തനത്തിന് 40 വർഷങ്ങളാണ് SKNൻ്റെ 40 വർഷങ്ങൾ. ഉറപ്പായും അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ 40 വർഷങ്ങൾ ആഘോഷിക്കുക എന്നതിനപ്പുറം ഒരു സന്ദേശവാഹക യാത്രയാക്കി മാറ്റാം എന്ന് തീരുമാനിക്കുന്നതിന് മൂർത്തമായ ചില യാഥാർത്ഥ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, 2025 ഈ വർഷം പുലരുന്നത് 2024 ഡിസംബർ 31-ന് 12:20 ആകുമ്പോൾ ആദ്യ വാർത്ത വരുന്നത് എന്താണ്? 15ഉം 16ഉം വയസ്സായ 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുള്ള ഒരു യുവാവിനെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ കുത്തിക്കൊന്നു എന്നതാണ് ഈ പുതുവർഷത്തെ, ഈ 2025-ലെ നമ്മൾ കാണുന്ന ആദ്യ വാർത്ത. പിന്നീട് ഇങ്ങോട്ട് എത്ര ചോര നമ്മൾ കണ്ടു ഈ മാസങ്ങളിൽ എന്നോർത്താൽ മാത്രം മതി. താമരശ്ശേരിയിൽ അമ്മയുടെ കഴുത്തറക്കുമ്പോൾ കൈവറയ്ക്കാത്ത, കുറ്റബോധം തോന്നാത്ത മുടിയനായ ഒരു പുത്രനെ നമ്മൾ കണ്ടു. അതിനവൻ പറഞ്ഞ കാരണം എന്താണ്? ഈ സ്ത്രീ എനിക്ക് ജന്മം നൽകി എന്നതാണ്. കുറ്റബോധമില്ലാതെ പോലീസിനോട് ട്യൂമർ ബാധിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ വാടിയ തണ്ടുപോലെ വാടിത്തളർന്ന പാവം സാത്വികയായ പരമസാധുവായ ഒരു വീട്ടകത്ത് കിടന്നുറങ്ങുന്ന വീട്ടമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വടിവാളെടുത്തുകൊണ്ട് വന്ന് കഴുത്തിന് വെട്ടി കൊന്നിട്ട് പറഞ്ഞ ന്യായമാണ്. എന്താണ് പറഞ്ഞ ന്യായം? ഈ സ്ത്രീ എനിക്ക് ജന്മം തന്നു എന്നതാണ് ന്യായം.
താമരശ്ശേരിയിൽ തന്നെ മറ്റൊരു ഒരു മകനെ നമ്മൾ കണ്ടു. കോഴിക്കറി ചോദിച്ചു, വീട്ടിൽ കോഴിക്കറി ഇല്ല. മുട്ട വാങ്ങാൻ വേണ്ടി പണം കൊടുത്തു വിട്ടു. മുട്ട വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും മുട്ടക്കറി ഉണ്ടാക്കാൻ സവാളയ്ക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന ഉമ്മയുടെ കയ്യിൽ നിന്നും ആ കത്തി വാങ്ങി ഉമ്മയെ ചെരിച്ചു പിടിച്ച് കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു. ഒരു കുറ്റബോധം അവനുമില്ല. തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നൊരു മകനെ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് ജീവിത സായാഹ്നത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. അപ്പുറത്ത് പലചരക്കട നടത്തുകയാണ്. പലചരക്കട നടത്തുന്നതിനിടയിൽ ഒന്ന് അല്പനേരം റെസ്റ്റ് എടുക്കാൻ വീട്ടിലോട്ട് വന്നു. വീട്ടിലെ സോഫയ്ക്ക് മുന്നിലൊന്ന് കിടന്നു. മകൻ ഇറങ്ങി വന്നു, ഒറ്റ വെട്ട്. ഇറങ്ങിയോട് അടുക്കളയിൽ പോയി കുഴഞ്ഞു വീണു. 18 വെട്ടാണ്. സ്വന്തം താതൻ്റെ, സ്വന്തം പിതാവിൻ്റെ ദേഹത്ത് ഈ മകൻ വെട്ടിയ വെട്ടിൻ്റെ എണ്ണം എത്രയാണ്? 18 വെട്ടാണ്. അങ്ങനെ അച്ഛനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, 7 മാസം വരെ ഗർഭിണിയായ സഹോദരിയുടെ വയറിന് നോക്കി ചവിട്ടാൻ മടിക്കാത്ത സഹോദരൻ്റെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരിക്ക് MDMA വാങ്ങിക്കൊടുക്കുന്ന +2കാരനായ സഹോദരൻ്റെ, അങ്ങനെ എന്തൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടുവന്നു. ഈ വാർത്തകൾ കണ്ട് വാർത്ത വായിക്കുന്ന ആളുടെ മനോനിലയ്ക്ക് തകരാറ് വരും എന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ്, ഒരു ദിവസം തന്നെ, ഒറ്റ ദിവസം തന്നെ 10-14 കൊലപാതകങ്ങൾ പെരുകിയപ്പോഴാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം കൂട്ടക്കൊലപാതക വാർത്തകൾ ആവർത്തിക്കുമ്പോഴാണ് വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന ഒരുത്തൻ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമ്മൾ കണ്ടതാണ്. 6 മണിക്കൂറിനിടയിൽ 3-4 ഇടത്ത് പോയി സഞ്ചരിച്ച് ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണം 5 ആണ്. 5 കൊലപാതകങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി. അമ്മ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിനാണ് കേട്ടോ. ഈ കൊലപാതകങ്ങൾ ചെയ്ത് പൂർത്തിയായതിനു ശേഷം വീട്ടിൽ പോയി ഏതോ കല്യാണത്തിനിടാൻ ഇസ്തിരി ഇട്ട് വെച്ച വസ്ത്രമൊക്കെ എടുത്ത് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, ഞാൻ 5 പേരെ കൊന്നവനാണ്. പോലീസുകാർ തമാശ എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടൊക്കെ ചെയ്ത് ഗംഭീരമായി കുളിച്ച് കുട്ടപ്പനായി സ്പ്രേ ഒക്കെ അടിച്ചൊരുത്തം വന്ന് 5 പേരെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ എന്ന് വിചാരിച്ചു. ഇനി വേറെ വല്ലതും ആണെങ്കിൽ പുളിവെള്ളം, അവന് കുറച്ച് പുളിവെള്ളം കൂടി ബോധം വരും എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് ഇവൻ പറഞ്ഞ സീരിയസ് ആണ് തിരിച്ചറിയാൻ അവിടെ പോയി നോക്കുമ്പോഴേക്കും വീട്ടിനകത്ത് 2, അപ്പുറത്ത് 2, ഇപ്പുറത്തൊന്ന്, അങ്ങനെ കൂട്ടക്കൊലപാതകങ്ങളുടെയൊക്കെ നമ്മുടെ ആവർത്തന വാർത്തകൾ കണ്ട് തലമരച്ച് ഇനി ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ ചേതോവികാരങ്ങളിൽ പ്രധാനം എന്താണ്, അതിനുള്ള പ്രേരണകളിൽ പ്രധാനം എന്താണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവർ വലിച്ചു കയറ്റുന്ന ഈ കാളകൂടമാണ് ഇവരെ മനുഷ്യരല്ലാതാക്കി മാറ്റുന്നത്. മൃഗസമാനർ എന്ന് പറയാൻ കഴിയില്ല. മൃഗങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും രാസലഹരിയോ ഏതെങ്കിലും ലഹരിയോ വലിച്ചുകൂട്ടി അതിനെ സഹമൃഗങ്ങളെ കൊല്ലുന്നുണ്ടോ? ഇല്ല. അപ്പം മൃഗസമാനമൊന്നും പറയാൻ കഴിയുന്നില്ല. മനുഷ്യനല്ലാതെ പൈശാചികമായി മാറ്റുന്നത് ഈ പറയുന്ന മാരകമായ രാസലഹരിയാണ് എന്ന തിരിച്ചറിവിലാണ് ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നാടുനീളെ ഇറങ്ങിയില്ലെങ്കിൽ വരും തലമുറ അങ്ങേയറ്റം പാഴായി പോകുന്ന ഒരു ജനറേഷനായി പോകുന്ന തിരിച്ചറിവിലാണ് യാത്ര തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് അതിൻ്റെ 14ാമത്തെ ജില്ലയിൽ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 31 ദിവസമായി. ഞങ്ങളൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് 31 ദിവസമായി. 31 ദിവസം നമ്മൾ ഈ പൊരുവെയിലത്ത് ഈ പ്രതികൂല കാലാവസ്ഥയിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ദേശാന്തര ദേശങ്ങളിൽ കൂടി ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിങ്ങനെ യാത്രയാവുകയാണ്. ഒരു കാര്യം ഉറപ്പായും പറയാം, നമ്മൾ യാത്ര തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പറയാം, നമ്മൾ വാർത്താമുറികളിൽ കണ്ട അല്ലെങ്കിൽ കൊലപാതക പെരുക്കങ്ങൾ, ചോരയുടെ പെരുക്കങ്ങളിൽ നമ്മൾ ഞെട്ടിയ വാർത്താമുറിയിൽ കണ്ട യാഥാർത്ഥ്യം ഒന്നുമല്ല ഗ്രൗണ്ടിൽ. അതിനേക്കാൾ കൂടുതൽ ഭീകരമാണ്, അതിനേക്കാൾ കൂടുതൽ ഭീതിതമാണ്. നമ്മൾ നവോത്ഥാന കേരളമെന്നും നമ്മൾ അങ്ങേയറ്റം പുരോഗമന കേരളമെന്നൊക്കെ ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഈ മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന മാരക രാസലഹരി സുലഭമായി കിട്ടും എന്ന് പറയുന്ന അതിശയോക്തിയല്ല. നമ്മുടെ കൂടെ ഒരു സംഘം ഗവേഷകർ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഗവേഷകരുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ അനുഭവങ്ങളുടെ വലിയൊരു ബാങ്കാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഗവേഷക സംഘം സഞ്ചരിച്ച് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആഴത്തിലിറങ്ങി സംസാരിച്ച്, ആളുകളുമായി സംസാരിച്ച് അതിൻ്റെ വളരെ മൈന്യൂട്ടായി, വളരെ ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വ്യക്തമാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് നമ്മൾ സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്നത്. അതിൽ 2 ഭാഗങ്ങളുണ്ടാകും. ഒന്ന് കോൺഫിഡൻഷ്യലാണ്, ഒന്ന് എന്താണ് നമ്മുടെ നിലവിലെ ലഹരി സ്റ്റാറ്റസ്കോ, നമ്മുടെ നാർക്കോട്ടിക്സ് അവസ്ഥയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ടാകും. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺഫിഡൻഷ്യൽ ആകും. അത് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ തൽക്കാലം പുറത്തുവിടില്ല, അത് സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നതാണ്. അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത് കിട്ടുമെന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് ഉണ്ടാവുക, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ, ഏതെങ്കിലും രാഷ്ട്രീയ ദല്ലാളന്മാരുണ്ടോ, ആർക്കെങ്കിലും പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ അടക്കം നമ്മൾക്ക് ബോധ്യമായ കാര്യങ്ങളടക്കം വളരെ രേഖാമൂലം, ചുമ്മാ നമ്മൾ ഏതായാലും ഗ്യാസ് അടിച്ച് വെറുതെ കൊടുക്കില്ല, നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ രേഖാമൂലം തെളിവ് സഹിതം സർക്കാരിന് വെക്കുന്ന 2ാമത്തെ റിപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞു വന്ന അതല്ല.
അപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നമുക്കിവിടെ നമ്മുടെ ഒരു ഗവേഷക സംഘം നമുക്കൊപ്പം നടക്കുന്നുണ്ട്. അവർ നമ്മളിതുപോലെ പോകുന്ന സ്ഥലങ്ങളിൽ ആളുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്, ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. ആളുകളുമായി സംസാരിക്കുമ്പോൾ ചില ആളുകൾ നമ്മൾ 24-ൽ നിന്ന് വന്ന ഈ ഗ്രൂപ്പിനൊക്കെ ഒപ്പം വന്ന ഗവേഷക സംഘമാണ് എന്ന് തന്നെ പറയും. അതല്ല, പ്രച്ഛന്ന വേഷത്തിൽ ഈ പറയുന്ന MDMA എവിടെ കിട്ടും എന്നൊക്കെ അന്വേഷിക്കുന്ന വ്യാജത്തിൽ ഇതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം എന്നറിയുന്ന ഗവേഷക സംഘങ്ങളുണ്ട്. നമ്മുടെ രീതിയാണല്ലോ ആ രീതി. അപ്പോൾ അതിലൊരാളോട് ഈ അടുത്ത ഒരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, പ്രായം തീരെയില്ലാത്ത ഒരു പയ്യൻ പറയുന്നത് ഈ സ്ഥലത്ത് പണം കൊടുത്താൽ ഗുണമേന്മയുള്ള MDMA കിട്ടുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ പരാതിയാണ് കേട്ടോ. ഈ സ്ഥലത്ത് ക്യാഷ് മുടക്കിയാൽ ഗുണമേന്മയുള്ള MDMA ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടുന്ന MDMAക്ക് എന്തോ കത്തിയ പ്ലാസ്റ്റിക്കിൻ്റെ മണമാണത്രേ. വ്യാജം കലർത്തുന്നത്, മായം കലർത്തുന്നത്. എന്താണ് മായം? ഈ പറയുന്ന അജിനാമോട്ടോ എന്ന് പറയുന്ന ഈ പറയുന്ന കറികളിൽ ചേർക്കുന്ന സാധനമൊക്കെ പൊടിച്ച് ചേർക്കുന്നു. അപ്പോൾ അവൻ്റെ പരാതി പൈസ കൊടുത്താൽ ഇവിടെ നല്ല MDMA കിട്ടാനില്ല എന്നാണ് അവൻ്റെ പരാതി. അതിന് നല്ല MDMA കിട്ടണമെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നയാളെ വിളിക്കുമെന്ന് പറഞ്ഞ നമ്പർ നമുക്ക് തന്നു. ആ നമ്പർ അടക്കം നമ്മൾ പോലീസിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അത്തരത്തിൽ പരാതിപ്പെടുന്ന ആ പയ്യൻ്റെ പ്രായം എന്ന് പറയാനുള്ളൂ, ചെറിയ പ്രായമാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേക്കും അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഒരു ലഹരിക്കടിമയായ ഒരു വിദ്യാർത്ഥിയെ പറ്റിയാണ് പറയുന്നത്. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് PGക്ക് അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല. വിദ്യാർത്ഥി ഡിഗ്രിക്കല്ല പഠിക്കുന്നത്. ആ ഡിഗ്രി 10ാം ക്ലാസ്സിലല്ല പഠിക്കുന്ന വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കേവലം 9 വയസ്സ് മാത്രം കേവലം 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥി MDMA എന്ന് പറയുന്ന മാരക രാസലഹരിക്ക് അഡിക്റ്റായ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങിയ കാര്യം പറയുകയാണ്. ഓർത്ത് നോക്കണം, നമ്മളൊക്കെ ഈ തറ എന്ന് പഠിച്ചതിന് ശേഷം കൂട്ടക്ഷരമൊക്കെ ഇണ്ണ ഒക്കെ കൂട്ടക്ഷരമൊക്കെ പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ് 9ാം ക്ലാസ്. മുലപ്പാൽ മണം മാറാത്ത പ്രായത്തിൽ ഇവനൊക്കെ MDMA ഉപയോഗിച്ചു തുടങ്ങിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് ഒരു വോൾക്കാനോയ്ക്ക് മുകളിലാണ് എന്ന് പറയുന്നത് ഞാൻ പേടിപ്പിക്കാനോ ഞാൻ നെഗറ്റീവോ പറയുന്നതല്ല, യാഥാർത്ഥ്യം പറയലാണ്. മറ്റൊരു ഡി അഡിക്ഷൻ സെൻ്ററിലെ അനുഭവം കൂടി പറയാം. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകുമ്പോഴേക്കും അവിടെ ഒരു പെൺകുട്ടി ഡി അഡിക്ഷനായി വന്നു. പെൺകുട്ടി ആരാണ്? അവൾ പഠിക്കാൻ അതിസമർത്ഥ. 10ാം ക്ലാസ്സിൽ സ്കൂളിലെ ഏറ്റവും ടോപ്പ് മാർക്ക്, +2-ൽ സ്കൂളിലെ ഏതോ ടോപ്പ് മാർക്ക്, അതിനുശേഷം നീറ്റ് ആദ്യം എൻട്രൻസ് എക്സാം എഴുതി, നല്ല മാർക്ക്, നല്ല റാങ്ക് ലിസ്റ്റിൽ വന്നു. പക്ഷേ അവൾ വിചാരിക്കുന്ന കോളേജിൽ കിട്ടാത്തത് കാരണം ഒന്നുകൂടി 1 വർഷം പഠിച്ചു, എഴുതി, ഹയസ്റ്റ് റാങ്കുകൾ ഒന്നിൽ വന്നു, വിചാരിച്ച കോളേജിൽ കിട്ടി, മെഡിക്കൽ കോളേജിൽ കിട്ടി. അവളുടെ അമ്മ പറയുന്നത് 1 വർഷം കഴിഞ്ഞ് 2ാം വർഷമാകുമ്പോഴേക്കും കണ്ണുകൾ കുഴിഞ്ഞ്, കവിളുകൾ ഒട്ടി, തോളലുകൾ ഉന്തി ഒരു മനുഷ്യക്കോലം വീട്ടിൽ വന്നു. സ്വന്തം മകളാണ്, രാസലഹരിക്ക് അഡിക്റ്റ് ആയതാണ്. അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇവൾ +2 ജയിക്കണ്ടായിരുന്നു, ആണ് ഈ പറയുന്ന ഈ വല്ലാത്ത കാഴ്ച കാണേണ്ടി വരില്ലല്ലോ എന്ന് പറയുന്ന ഒരമ്മയുടെ കാര്യം പറഞ്ഞു ഡി അഡിക്ഷൻ സെൻ്ററിലെ ആ ഉദ്യോഗസ്ഥൻ. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്ന കാണുന്ന അല്ലെങ്കിൽ നേർക്കുന്ന അനുഭവങ്ങൾ, വീട്ടിനുള്ളിൽ കിടന്ന് ഉറങ്ങാൻ പഠിക്കുന്ന അമ്മമാർ, എന്തൊരു ഭീകരാവസ്ഥയാണ്, എന്തൊരു ഗതികേടിൻ്റെ പരമാവധിയല്ലേ. സ്വന്തം മകനെ പേടിച്ച് വീട്ടിനകത്ത് ഉറങ്ങാൻ കഴിയാതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മകൻ വന്ന് കുത്തിക്കൊല്ലും എന്ന് പേടിച്ച് മാത്രമല്ല, പല അമ്മമാർ പറയുന്നുണ്ട്, ഫോണിലും അല്ലാതെയും ഒക്കെ പറയുന്നു, എൻ്റെ മകൻ എന്നെ കാണുന്ന അമ്മയെ പോലെയല്ല, എൻ്റെ മകൻ എന്നെ കാണുന്ന മറ്റൊരു സ്ത്രീയെ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അമ്മമാർ നമ്മുടെ ഈ നാടിൻ്റെ ഈ കാലത്തിൻ്റെ ഈ കെട്ടകാലത്തിൻ്റെ അങ്ങേയറ്റത്തെ ശാപമല്ലേ. അപ്പോൾ അങ്ങനൊരു ഭീകരാവസ്ഥയിലാണ്, അങ്ങനെ ഒരു ഭീകരകാലത്താണ് നമ്മൾ ഈ യാത്രയുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്രയെ മുന്നോട്ടിറങ്ങുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇന്നും പറഞ്ഞു, ഒരു ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ മദ്യത്തെ അങ്ങ് മറന്നു പോവാണ്, മദ്യം വലിയ പ്രശ്നമാണ്, മദ്യം എന്നൊക്കെ. ശരിയാണ്, ഒരു തർക്കവും കാര്യത്തില്ല, മദ്യം വലിയ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ രാസലഹരി എന്ന് പറയുന്നത് ലഹരിയല്ല, ഇത് രാസലഹരിയാണ്. ഇത് പക്ക പ്യുവർ കെമിക്കലാണ്. മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന ഈ കെമിക്കൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ന്യൂറോണുകൾക്കിടയിലുള്ള, നമ്മുടെ ശാരീരികമായ ന്യൂറോണുകൾ എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്, പഠിക്കുന്ന കുട്ടികൾക്കറിയാം. അതിനിടയിലുള്ള സ്പേസിന് പറയുന്ന പേര് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ്. സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ സെറാട്ടോണിൻ, ഡോപ്പമിൻ പോലെയുള്ള ഹാപ്പി ഹോർമോണുകളുടെ കേന്ദ്രമാണ് അവ. അവിടെ ഈ പറയുന്ന വ്യാജമായി അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കി അവിടെ കയറിപ്പറ്റുകയും ദീർഘനേരം അവിടെ നിൽക്കുകയും പിന്നീട് ഊസ് ഔട്ട് ആവുന്ന പോലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ബോഡിയിൽ മൊത്തം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നാഡീവ്യവസ്ഥയും തലച്ചോറിനെയും ഒക്കെ ഇല്ലാതാക്കി കളയുന്ന ഇത് കില്ലർ ഡ്രഗ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ്. ഇത് ഒരുപക്ഷെ മദ്യം പോലെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കില്ലർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ addictioncenter.com എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക പേപ്പറുകളൊക്കെ വരുന്ന വിശദമായ വെബ്സൈറ്റൊക്കെ ഉണ്ട്. ടോപ്പ് ഡേഞ്ചറസ് 10 ഡ്രഗ്സിന് ഉൾപ്പെട്ട് കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഏജൻസികൾ ഉൾപ്പെടുത്തുന്ന ഈ പറയുന്ന കെമിക്കലാണ്, പ്യുവർ കെമിക്കലാണ് ഈ പറയുന്ന മെത്തിലീൻ ഡയോക്സി, മെത്താംഫിറ്റമിൻ.
എന്ന് പറയുന്ന ഈ കെമിക്കൽ, അതിൻ്റെ കൂട്ടത്തിൽ കൊക്കൈൻ, ഹെറോയിൻ പോലെയുള്ള 10 കെമിക്കലുകൾ, 10 ഏതാണ്ട് 9 കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പല സമയത്തായി പലയിടങ്ങളിലായി നമ്മൾ ലഹരി പിടിച്ച വാർത്ത ഇതിനോടകം വന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ നിലവിലെ സാഹചര്യം. എന്ന് കരുതി എല്ലാം നശിച്ചു, എല്ലാം ഇല്ലാതായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിപ്പോൾ ഓൺ എ ഫൈൻ ഡേ നമ്മൾ അറിയുന്നതല്ല കേരളത്തിൽ MDMA ഇത്രത്തോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാസലഹരി ഇത്രത്തോളം വ്യാപകമാവുന്നു എന്ന് നമ്മൾ അറിയുന്നതല്ല. നമുക്കിത് മുമ്പേ അറിയാം. 2 വർഷം മുൻപ് കോഴിക്കോട് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി, ഇതിൻ്റെ കാരിയറായ കാര്യം, അവൾ സ്പോർട്സ് വിദ്യാർത്ഥിയാണ്. അവൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഒരു ചേച്ചി കൊടുത്ത് ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചതാണ്. പല ആവർത്തി ബിസ്ക്കറ്റ് വാങ്ങി കഴിച്ചപ്പോഴേക്കും ഇതിന് അഡിക്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും പണം തരാതെ ഈ ബിസ്ക്കറ്റ് ഇല്ല എന്ന് പറയുകയും പണം കിട്ടാൻ വേണ്ടി ഇവൾ ഈ രാസലഹരിയുടെ കാരിയറാകുകയും ചെയ്തെന്ന വാർത്ത വരുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതായിരുന്നു. നമ്മുടെ പിഴവാണ്, നമ്മുടെ എല്ലാവരുടെയും പിഴവാണ്. പക്ഷേ ആ പിഴവിൽ നമ്മൾ സ്വയം പഴിക്കാനോ സർക്കാർ സംവിധാനത്തെ പഴിച്ചിരിക്കാനോ നമുക്ക് സമയമില്ല. നമ്മൾ ആഞ്ഞിറങ്ങി പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉദുമ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ കാണുന്ന, ഇപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാഴ്ചകൾ, വാർത്തകൾ അത്രത്തോളം ഭീകരമാണെങ്കിൽ കൂടിയും അന്ധകാരത്തിൽ ചില വെള്ളി വെളിച്ചങ്ങൾ, ചില മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടങ്ങൾ പോലെ പല കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ പറയുന്ന സായാഹ്നത്തിൽ ഈ ചൂടിലൊക്കെ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന ഈ 100കണക്കിനായ ഈ പ്രദേശവാസികൾ, ഈ മേഖലയിലെ ആളുകൾ, നമുക്ക് പ്രതീക്ഷയാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമ്മൾ കോട്ടപ്പുറത്ത് അമ്മമാരുടെ മദേഴ്സ് ആർമി എന്നൊരു അമ്മമാരുടെ സൈന്യത്തെ നമ്മൾ കണ്ടു. അമ്മമാരുടെ സൈന്യത്തിൽ 100 പേരുണ്ട്. അവർ വലിയ ആർജവത്തോടെ സ്ഥൈര്യത്തോടെ ഒരു മെഴുകുതിരി കത്തിച്ച് നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി എത്തി. പിന്തുണ പ്രഖ്യാപിക്കാൻ എത്തുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ മക്കളെ ഇനി ഒരു ലഹരി മാഫിയയ്ക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ഇനി കണ്ണും കാതും തുറന്ന് ഞങ്ങളുടെ മക്കൾക്ക് കാവലിരിക്കുമെന്ന് സ്ഥൈര്യത്തോടെ ആർജവത്തോടെ പറയുന്ന അമ്മമാരെ നമ്മൾ അവിടെ കണ്ടു. പാലക്കാട് എങ്കക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിൽ ചെറിയ പയ്യനാണ്, 10-21 വയസ്സൊക്കെ ഉള്ള ഒരു ചെറിയ പയ്യൻ. അവൻ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മൈക്കിൽ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഈ രാസലഹരി ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നില്ല. നിങ്ങളുടെ കൂടെ കാസർഗോഡ് വരെ വരുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരൊറ്റ കാര്യം പറയാം, എൻ്റെ ഈ ചെറിയ ഗ്രാമത്തിൽ, എങ്കക്കാടെന്ന് പറയുന്ന എൻ്റെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി MDMA ഉപയോഗിച്ച് അറസ്റ്റിലായി എന്ന വാർത്ത 24-ൽ വരില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകാം എന്ന് പറയുന്ന 21 വയസ്സുള്ള പ്രായമുള്ളൊരു കുട്ടിയാണ്. അവൻ പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ അതിൻ്റെ സൈന്യം കാവൽ നിൽക്കുന്നത് പോലെ ഈ ഗ്രാമാതിർത്തികളിൽ ഞങ്ങളുടെ യുവാക്കൾ, ഞങ്ങളുടെ മക്കളെ കാക്കാൻ, ഞങ്ങളുടെ കുട്ടികളെ കാക്കാൻ ഈ ഗ്രാമാതിർത്തികളിൽ കാവൽ നിൽക്കുമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ കണ്ടു. ഇന്നലെയാണ് മാട്ടൂൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോയിരുന്നു. അവിടെ ഒരു ഫയർ ബ്രാൻഡ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈയിടെ പത്രങ്ങളിലൊക്കെ വന്നതാണ്, ഫാരിഷ ടീച്ചർ എന്നാണ് പേര്. ഫാരിഷ ടീച്ചർ അവിടുത്തെ ലഹരി മാഫിയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. ഏത് എക്സ്റ്റനിലും പോയി നേരിടാൻ എന്നാണ് തീരുമാനം. അവരോട് കൂടെ ധീര എന്ന് പറയുന്ന 10-20,000 പേരടങ്ങിയ ഒരു വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചില സംഘർഷങ്ങളൊക്കെ അവർ നേരിടുന്നു. പക്ഷെ അവർ പറയുന്നുണ്ട്, ഇനി എത്ര കേസ് കെട്ട് വന്നാലും, ഇനി എത്ര സൈബർ പ്രചരണം അവർക്കെതിരെ നടത്തിയാലും, ഇനി എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും, ഇനി കൊന്നു എന്ന് പറഞ്ഞാൽ പോലും, ഇനി ഈ ശക്തിക്കെതിരെ നമ്മൾ വിട്ടുവീഴ്ചക്കില്ല. ഞങ്ങൾ കണ്ണും കാതും തുറന്ന് ഏതളവിലും പോയി, നിയമം കയ്യിലെടുക്കാൻ നമ്മൾ പറയില്ല, പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഏതളവിലും പോയി ഇതിനെ ചെറുക്കാൻ, ഞങ്ങളുടെ കുട്ടികളെ കാക്കാൻ, ഞങ്ങളുടെ മക്കളെ കാക്കാൻ ഞങ്ങൾ സജ്ജരാണ്. ഇനി ഈ ലഹരി മാഫിയയുടെ വ്യാപനം ഇവിടെ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഘത്തെ കണ്ടു. അതൊക്കെ നമ്മൾ ഈ കാണുന്ന ഒരു സൈഡിലെ അങ്ങേയറ്റം നിരാശ ഉണ്ടാക്കുന്ന, അങ്ങേയറ്റം ഭീകരമായ നമ്മുടെ നേർക്കുനേരെ എന്താണ് കേരളം എന്ന തിരിച്ചറിവിൻ്റെ മറുവശത്ത് അതേപോലെ പോസിറ്റീവായി നമുക്ക് മുന്നോട്ടേക്ക് ശക്തമായി പോകാൻ കഴിയുമെന്ന് പ്രത്യാശ പകരുന്ന കുറേയധികം കാഴ്ചകൾ കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജില്ലകളിലെ യാത്രകൾ പൂർത്തിയാക്കി നാളെ വൈകിട്ട് 4 മണി മുതലാണ് കോഴിക്കോട് കടപ്പുറത്തെ മഹാസമ്മേളനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇത് ഒരു കാലത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്, കാലത്തിന് വേണ്ടിയുള്ള ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവ് പറയുകയോ, ആ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ മറ്റ് തിരക്കുകൾ പറയുകയോ, അല്ലെങ്കിൽ മൗനമായിരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും ശരിയാവില്ല. ഇപ്പം എൻ്റെ വീട്ടിലൊന്നും എൻ്റെ മക്കളൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞിരിക്കാൻ കഴിയില്ല. എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അടുത്തൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനൊരു പിച്ചാത്തിയുമായി രാത്രി വീട്ടിൽ വന്ന് നമ്മളെ കുത്തി മലർത്താം എന്ന സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണോ? അല്ല. നമ്മുടെ വീട്ടകങ്ങളിൽ കടന്നു വരുന്നില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുക? നാട് മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ, അവൻ്റെ കൂട്ടുകാരും ഒക്കെ അതിൻ്റെ വലയിലേക്ക് വീഴുകയാണെങ്കിൽ, അവർ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭീകരമായ നീക്കങ്ങളിൽ നമ്മുടെ കുട്ടി ഉൾപ്പെട്ടു പോവില്ല എന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുക? അതുകൊണ്ട് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് എല്ലാവരും ഈ പോർമുഖത്തേക്ക് ഒരു പ്രതിരോധക്കോട്ട തീർക്കാൻ ഇറങ്ങുക എന്നത് അതിപ്രധാനമാണ്. കോഴിക്കോട് കടപ്പുറത്തേക്ക് ഞാൻ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷണിക്കുകയാണ്. കോഴിക്കോട് കടപ്പുറത്ത് അവിടെ ആർത്തലയ്ക്കുന്ന കടൽ തിരമാലകൾക്ക് സമാന്തരമായി ബദലായി നമ്മൾ ഒരു മനുഷ്യ മഹാസാഗരം തീർക്കാൻ പോവുകയാണ്. ആ മനുഷ്യ മഹാസാഗരം
ആ മനുഷ്യ മഹാസാഗരം തീരുന്നതോടെ എന്താണ് ഈ നാട്ടിലെ MDMA അല്ലെങ്കിൽ രാസലഹരി അല്ലെങ്കിൽ കെമിക്കൽ ലഹരികളൊക്കെ അങ്ങ് ഇല്ലാതാവും എന്ന മൂഢവിശ്വാസവും നമുക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെവിടെയൊക്കെയോ ഇരിക്കുന്നു. ഇത് കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, രാജ്യത്ത് നിൽക്കുന്നതല്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിൽ നിന്ന് മാത്രം പിടിച്ചത് 1800 കോടിയുടെ ലഹരി മരുന്നാണ്. 1800 കോടി എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങോട്ടൊക്കെ പോകാനുള്ള ലഹരി മരുന്ന് ആർക്കാണ് അറിയുക? അതിന് കുറച്ച് നാൾ മാത്രം മുൻപ് പിന്നെയും ആയിരക്കണക്കിന് സഹസ്ര കോടികളുടെ മയക്കുമരുന്ന് ഗുജറാത്തിൽ നിന്ന് തന്നെ പിടിച്ചു. ആകെ 2 പേർ മാത്രമാണ് പിടിയിലായത്. ആരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അതിൻ്റെ കിങ് പിൻ, ആരാണ് അതിൻ്റെ ഗൂഢാലോചനക്കാരെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഏതോ ഒരു സംസ്ഥാനത്തെ മാത്രം കാര്യമല്ല, ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന വലിയ വലിയ നെറ്റ്വർക്കുകളാണ്. ആ നെറ്റ്വർക്കുകളുടെ കണ്ണി പൊട്ടിക്കുക എന്നുള്ളത് അതിപ്രധാനമാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് ആർത്തലയ്ക്കുന്ന കടലിന് സമാന്തരമായി തീരുന്ന മനുഷ്യ മഹാസാഗരം തീർത്തുകൊണ്ട് നമ്മൾ ആജ്ഞാശക്തിയോടുകൂടി പറയാൻ പോകുന്നു. ഇപ്പോൾ ബൈബിൾ വാചകത്തിൽ പറയുന്നത് പോലെ, നരാധമന്മാരെ, നിങ്ങൾ എത്ര ഉയരത്തിൽ കഴുകന്മാരെ പോലെ ഉയർന്നു പറന്നാലും ഏത് മേഘങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിങ്ങളെ ഞങ്ങൾ കാലിൽ വലിച്ച് താഴെയടിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്ന് നമ്മളവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നു. നിങ്ങൾ ഈ നാട്ടിൽ നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല, നിങ്ങളവിടെ വേണ്ട എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. നിങ്ങൾ എത്ര ശക്തരാണെങ്കിലും ഞങ്ങളുടെ ജനകീയ ശക്തി കൊണ്ട് നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആയുസ് ഈ നാട്ടിൽ പരിമിതമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടൊക്കെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തായാലും നമ്മൾ ഒരു കോവിഡ് കാലത്തെ അതിജീവിച്ചവരാണ്, നമ്മൾ നിപ്പ കാലത്തെ അതിജീവിച്ചവരാണ്, നമ്മൾ രണ്ട് പ്രളയകാലങ്ങളെ അതിജീവിച്ചവരാണ്. ദുരന്തകാലങ്ങളെ അതിജീവിച്ച നമുക്ക് ഈ ദുരന്തവും അതിജീവിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ പ്രത്യാശാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാൻ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു തിരുവാതിര കളിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അവരെ. പ്രിയമുള്ളവരെ, SKN40 അതിൻ്റെ പ്രൗഢമായ നിലയിൽ ഉദുമയുടെ മനോഹര തീരങ്ങളിൽ ഈ മുല്ലശ്ശേരിയുടെ മണ്ണിൽ പ്രൗഢമാകാൻ വേണ്ടി പോവുകയാണ്. അതിനു മുന്നേ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ആതിഥേയത്വമാണ് ഈ പരിപാടിക്ക് അതിൻ്റെ ചുക്കാൻ ബിഹൈൻഡിലും മുന്നിലുമൊക്കെ നിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിഷു പൊലിമ എന്ന രീതിയിൽ വിഷുവിൻ്റെ ഏറ്റവും മികവാർന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റേതായ ചില പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് SKN ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരും എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. അതിനു മുന്നേ ഒരു തിരുവാതിരയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ മനോഹര ധർമ്മമാക്കി മാറ്റി, ആ ധർമ്മം ഏറ്റവും മികവാർന്ന ധാർമ്മികതയുടെ അടയാളപ്പെടുത്തലുകളാക്കി മാറ്റി, വഴിത്താറുകൾ, വന്ന വഴികൾ, അജഞ്ചല മുന്നേറ്റങ്ങൾ, ഒരുപാട് നൂതന സാങ്കേതിക തികവിൽ അടയാളപ്പെടുത്തിയ മനോഹര തീരങ്ങൾ, കാലത്തിനനുസൃതമായി മുന്നോട്ട് പോയ പ്രയാണങ്ങൾ, അതിൽ ചലനങ്ങൾ, ഏറ്റവും മനോഹരമായി തന്നെ മലയാള മനസ്സിൻ്റെ മാധ്യമ പ്രവർത്തനത്തെ മറ്റൊരു പ്രതലത്തിലേക്കും മറ്റൊരു തലത്തിലേക്കും മറ്റൊരു നിഗമനത്തിലേക്കും മറ്റൊരു ആശയത്തിലേക്കും തൻ്റേതായ ചിന്താധാരകൾ കൊണ്ട്, അവതരണ ശൈലി കൊണ്ട്, മികവാർന്ന ഒബ്സർവേഷൻ കൊണ്ടൊക്കെ നമുക്ക് മുന്നിൽ പ്രൗഢമായി നിലകൊണ്ട 40 വർഷത്തിൻ്റെ പേരാണ് SKN എന്ന 3 അക്ഷരം കൊണ്ട് മലയാളികൾ ഏറ്റെടുത്ത ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം ഈ മുല്ലശ്ശേരിയുടെ മണ്ണിൻ്റെ ഈ മരച്ചുവട്ടിൻ്റെ മനോഹര തീരത്ത് ഈ വൈകുന്നേരത്തിൻ്റെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്ന രീതിയിൽ പ്രൗഢമായി ഒഴുകിത്തഴുകിയെത്തിയ പുതിയ തലമുറയിലെ കൗമാരവും, സ്ത്രീകൾ, കുട്ടികൾ, കുരുന്നുകൾ, ബാല്യങ്ങൾ, കൗമാരങ്ങൾ, യൗവനങ്ങൾ, അങ്ങനെ തുടങ്ങി രക്ഷിതാക്കൾ, മുതിർന്നവരെല്ലാവരും കോർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ മുല്ലശ്ശേരിയുടെ മണ്ണിൽ. ഇതിൻ്റെ സംവിധാനത്തിന്, ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പിന്നിൽ ചാലകശക്തിയായി നിന്നവരുണ്ട്. സുഭാഷിൻ്റെ മണ്ണിങ്ങനെ ഒരു പ്രൗഢമാകുന്ന പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കണം എന്ന് അറിയിച്ചതോടുകൂടി 24-ൻ്റെ ടീം ഒന്നാകെ ഇവിടെ എത്തുന്നു എന്നറിഞ്ഞതോടുകൂടി ഒരു ആഘോഷമായിരുന്നു ഈ മുല്ലശ്ശേരിയുടെ മണ്ണിന്, ഈ ഗ്രാമത്തിന്. തെങ്ങും മാവും കവുങ്ങും പച്ചിലകളും മന്ദമാരുതൻ സ്നേഹത്തിൻ്റെ ഇതൾ വിരിച്ച് നാടിൻ്റെ സകല നന്മയ്ക്കും സകല നികല മേഖലയ്ക്കും ചുക്കാൻ പിടിച്ച് കലാകായിക സാമൂഹിക രംഗങ്ങളിൽ മികവുറ്റ അധ്യായം രചിച്ച് ഒരുപാട് കാലവർഷ ചരിത്ര പ്രയാണ വഴിയിൽ കബഡി എന്ന ഏറ്റവും മനോഹരമാകുന്ന വികാരത്തെ നെഞ്ചിലേറ്റി പടവുകൾ താണ്ടി തോറ്റും ജയിച്ചും ജയിച്ചും അങ്ങനെ വിജയത്തിൻ്റെ പടവുകളിൽ നിന്ന് സഞ്ചരിച്ച് സുഭാഷ് അതിൻ്റെ പ്രൗഢിയിൽ, പ്രൗഢഗംഭീരതയിൽ, സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ചുക്കാൻ പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ 24 അതിൻ്റെ ഏറ്റവും മികവാർന്ന രീതിയിൽ ഒരു യാത്ര തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിന്ന് സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അങ്ങ് അനന്തപുരിയിൽ നിന്ന് ഇങ്ങ് ഭാഷാ വൈവിധ്യത്തിൻ്റെ, കുലത്തിൻ്റെ, ഇസത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും മനോഹരமாக തീരം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്വന്തം കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ടാകും. ഒരു നാട് കൂടെയുണ്ട്. ഈ നാട് മാത്രമല്ല, ഈ ക്ലബ്ബ് മാത്രമല്ല, ഈ മനോഹരമാകുന്ന പ്രതലത്തിൽ തലമുറയെ ഏറ്റുപിടിക്കാൻ പാകത്തിൽ ഇനി വരാനിരിക്കുന്ന തലമുറയിലേക്ക് നല്ല ചിന്തകളും നല്ല ചിന്താധാരകളും പകർന്നു നൽകാൻ നിങ്ങൾ ചെയ്യുന്ന പോരാട്ടത്തിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം ചേർന്ന് 24-നൊപ്പം ചേർന്ന് ഈ നാടും കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ.
അടയാളപ്പെടുത്തലുകളാകണം. സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സഹിഷ്ണുതയുടെ നമ്പുകൾ പകുത്തേക്കാൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്ത് അധാർമികതയുടെ അപ്പോസ്തലങ്ങൾ വിരാജിക്കുന്ന അധമക്കൂട്ടങ്ങൾ, ലഹരി മാഫിയകൾ നമ്മുടെ മക്കളെ കാർന്നു തിന്നാൻ വേണ്ടി കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രതിരോധം തീർക്കാനാണ് നമ്മൾ ഈ മതിൽക്കെട്ട് നടത്തുന്നത്. അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ പ്രൗഢോജ്വലതയോടുകൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളും ഉണ്ടാകും. 24 ഏറ്റവും മികവാർന്നൊരു ചാനലായി എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. വാർത്തകൾ വളിച്ചൊടുക്കാതെ, സെൻസേഷൻ്റെ പിറകെ മാത്രം പോകാതെ, ഏറ്റവും മികവാർന്ന രീതിയിൽ പറയേണ്ടതുപോലെ പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയുന്ന അവതരണ ശൈലിയുടെ മികവോടെ നമ്മളേവരും അനുകരിക്കാൻ പാകത്തിൽ നിൽക്കപ്പെടുന്ന ഹാഷ്മിയെ പോലുള്ള ഒരുപാട് അവതാരകൾ ഏറ്റവും മനോഹരമായി തന്നെ അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ മലയാള മനസ്സിലേക്ക്, ഏറ്റവും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് തന്നെ ആ വാക്കുകളുടെ കുത്തൊലുക്ക് നടത്താറുണ്ട്. നമ്മളൊക്കെ കേട്ട് നിൽക്കാറുണ്ട്, കേട്ടു പോകാറുണ്ട്. അത്ര മനോഹരമായ രീതിയിലാണ് 24 അവർ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ എൻറ്റയർ ടീം തന്നെ എത്തിയിരിക്കുകയാണ്. അവർക്കൊക്കെ സ്നേഹത്തോടെ ഈ മുല്ലശ്ശേരിയുടെ മണ്ണിലേക്ക്, സുഭാഷിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ വരുന്നതിനിടയിൽ നമ്മുടെ ക്ലബിൻ്റെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതിലേക്ക് നിങ്ങളെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് തിരുവാതിരയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ മധുരമാണ്, കലയാണ്, സ്നേഹമാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ പുതിയ കുട്ടികളും എത്തുകയാണ്. അതുകൊണ്ട് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈ കുട്ടികളെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആൾ ഓഫ് യു. सरे गा रे गा रे गा रे सा धा सरे गा रे सा पा गा रे सा पा गा रे सरे गा रे गा पा दा सरे गा रे सा धा पा गा रे सा धा सा गणपति मां सुरमुनि
മണ്ണെഴുതി പൂനിലാമുറ്റത്തു നീ വന്നല്ലോ പൂത്തുമ്പി ഇളനീർ കുടങ്ങളിൽ കുളിരുണ്ടോ. നിലാവുമ്മവയ്ക്കും സ്വാമി പാദമേ സ്നേഹ പമ്പയിൽ നീ കരകവിഞ്ഞതെന്തിനാണ്? കണ്ണുനയാൽ ആജ്ഞ നൽകും ചിന്മയ രൂപം കണ്ടു വൻപുലിക്കും പാൽ ചുരന്നതെന്തിനാണ്? മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഹിതം നടന്നതും നിന്റെ ലീലകൾ. മോഹിനിയിൽ പിറന്നതും മോഹമെല്ലാം വെടിഞ്ഞതും ദേവഹിതം നടന്നതും നിന്റെ ലീലകൾ. ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ. ദേവഗണം നിരന്നതും ഭൂതഗണം തൊഴുന്നതും വേദമുഖം തെളിഞ്ഞതും നിന്റെ മായകൾ. തങ്കനിലാവുമ്മ
രാജസാമനോദരായ മാമകാഭീഷ്ടരായ മഹിതമംഗളം സലേഷ വിനോദസത്വരായ മംഗളം. രാമദാസ മൃദുലഹിത ഭദ്രഗിരിവരായ പ്രവിധ രണ്ടു വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ വരുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകൾ നമ്മളെ 24-ൻ്റെ ഈ ലഹരി വിരുദ്ധ പരിപാടിക്ക് എത്തിയതിൽ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം, നിങ്ങളുടെ സ്നേഹം ഞങ്ങളിങ്ങനെ അനുഭവിച്ചറിയുകയാണ്. ഇത്രയധികം ആളുകൾ 24-നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മമാരോടാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് എ മാൻ ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻഡിവിജ്വൽ ഇസ് എഡ്യൂക്കേറ്റഡ്, ബട്ട് ഇഫ് എ വിമൺ ഇസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് എൻറ്റയർ ജനറേഷൻ ഇസ് എഡ്യൂക്കേറ്റഡ് എന്ന്. അതായത് ഒരു പുരുഷനാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ, ഒരു വ്യക്തിക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നതെങ്കിൽ അതൊരു തലമുറയ്ക്ക് തന്നെ ഉതകുന്ന രീതിയിലാണ് എന്നുള്ളത്. അപ്പോൾ വീട്ടിലുള്ള അമ്മമാരോടാണ് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കളെ നമുക്ക് ഈ കെണിയിലേക്കൊന്നും പെടാതെ തന്നെ തിരികെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ തിരികെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും വീട്ടിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് കുട്ടികളിൽ പലരും അവരുടെ കൂട്ടുകാർ പറയുന്നതൊക്കെ കേട്ട് ആ വഴിക്ക് പോകുന്നത്. അപ്പം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ വീട്ടിലെ അമ്മമാരോ അച്ഛന്മാരോ സഹോദരങ്ങളോ ഒക്കെ ഉള്ളപ്പം എപ്പോഴും നമുക്ക് വീട്ടുകാരെക്കുറിച്ചൊരു ചിന്തയുണ്ടാവും അല്ലേ? അപ്പോൾ ആ ചിന്തയാണ് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ മാത്രമല്ല, കുട്ടികൾക്ക് എനർജി റിലീസ് ചെയ്യാൻ ഇപ്പം ഞാനിവിടെ ഈ ആദ്യം തന്നെ എടുത്തു പറയണമെന്ന് വിചാരിച്ചാണ്. ഇവിടെ തിരുവാതിര അവതരിപ്പിച്ച ആ കുട്ടികൾ നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു കൈയടി കൊടുത്താലോ? 1.5 കൈയടി കൊടുക്കണം തീർച്ചയായിട്ടും. എന്ത് കുഞ്ഞു കുട്ടികളാണ്, എത്ര എനർജറ്റിക് ആയിട്ടാണ് അവരുടെ പെർഫോമൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലുള്ള ഈ ക്ലബ്ബുകൾക്ക് ഒരുപാട് പങ്ക് വഹിക്കാൻ പറ്റും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ ക്ലബിനും നല്ലൊരു കൈയടി. ഈ ക്ലബ്ബ് പോലെയുള്ള സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകൾക്ക് ഒരുപാട് മാറ്റം സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ വരുത്താൻ പറ്റും. അപ്പോൾ അവർ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. കുട്ടികൾ നല്ല നല്ല കാര്യങ്ങൾക്ക് അവരുടെ എനർജി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ തന്നെ സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനാകും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ SKN സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 40 വർഷത്തിൻ്റെ ചരിത്രപഥത്തിൽ ഒരു പുരുഷായുസിൻ്റെ മികവിലും തികവിലും മനോഹര ധീരങ്ങളിൽ തൻ്റെതായ ധാർമ്മിക ബോധം അത് മാധ്യമരംഗത്ത് പകുത്തേകിയ ശ്രീകണ്ഠൻ നായർ SKN എന്ന 3 അക്ഷരം കൊണ്ട് മലയാള മനസ്സിൻ്റെ ഹൃദയത്തൂലികയിൽ കാത്തുവെച്ച പ്രൗഢിയും പ്രൗഢോജ്വലതയും കൊണ്ട് പ്രൗഢഗംഭീരമാകുന്ന യാത്രകളിലൂടെ സഞ്ചരിച്ച് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് സപ്തഭാഷകളുടെ സംഗമഭൂമിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ സംഗമഭൂമിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ, അധാർമികതയുടെ അപ്പോസ്തലങ്ങളിൽ അധമക്കൂട്ടങ്ങൾ വിരാജിച്ച് നമ്മുടെ തലമുറയെ കാർന്നു തിന്നുന്ന ഈ സമയത്ത് വീണ്ടും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് 24. അതിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുകയാണ് SKN 40 എന്ന പരിപാടി. ഈ മനോഹരമാകുന്ന സംഗമത്തിൽ ഇതാ സുഭാഷിൻ്റെ മണ്ണിൽ, മുല്ലശ്ശേരിയുടെ മണ്ണിൽ, ഉദുമയുടെ മനോഹരമാകുന്ന ഗ്രാമവിശുദ്ധിയിൽ, കാസർഗോഡിൻ്റെ സപ്തഭാഷകളുടെ സംഘഭൂമിയിൽ ചരിത്രമാകുന്ന മറ്റൊരു സംഹിതയ്ക്ക് ഈ സായം സന്ധ്യ, ഈ സായാഹ്നം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൻ്റെ പ്രൗഢിയോടെ, അതിൻ്റെ പ്രൗഢഗംഭീരതയോടുകൂടി SK എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല നിറകയോടുകൂടി തന്നെ ഈ മനോഹരമാകുന്ന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ഈ സംഗമത്തിലെത്തിയതിന് ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ആദ്യം. അതിനുവേണ്ടി പ്രിയപ്പെട്ട ക്ലബിന്റെ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പൊന്നാടയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് യാത്ര. ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, മലയാള തനിമയുണർത്തുന്ന മനോഹരമാകുന്ന തീരങ്ങളിലേക്ക് വഴിത്താരകൾ സംജാതമാക്കി വഴിയോരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ പവിത്രമാകുന്ന ഇത്രയും ജനനിമിടത്തിന്റെ മനോഹരമാകുന്ന ഹർഷാരവം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് പ്രയാണം കുറിച്ച് കാസർഗോഡിന്റെ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ മുല്ലശ്ശേരിയുടെ മണ്ണിൽ വെച്ച് അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ആർമിയിലും പടയോട്ടം നടത്തിയ കബഡിക്കോട്ടിലും ഉജ്ജ്വലങ്ങളാകുന്ന പടയോട്ടങ്ങളുടെ പൂക്കാലവും വിരിയിച്ച് ഇന്ന് റിട്ടയർഡ് ചെയ്ത മനോഹരമാകുന്ന പോരാട്ട ഭൂമികയിൽ ഇന്ന് ഈ സുഭാഷിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റ് ഗിരീഷ് കുമാർ അവർകൾ SKക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പിറവിയെടുത്ത 40 വർഷത്തിന്റെ രചയിതത്തിന്റെ ചരിത്രങ്ങൾ മറ്റു തലമുറയിലേക്ക് പകർന്നു നൽകി ഒരുപാട് ചലനങ്ങൾ, അതിനപ്പുറത്ത് ഒരുപാട് മനോഹരമാകുന്ന വ്യത്യസ്തങ്ങളാകുന്ന അവരുടെ ശൈലികൾ, അതിനിടയിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ മലയാള മനസ്സിന്റെ കോണിലേക്ക് തൻ്റെതായ മികവും തികവും സ്വായത്തമാക്കി കടന്നു വന്ന ഒരേ ഒരു SKN40 ഇവിടെ ഇതാ ഈ സംഗമത്തിൽ എത്തിച്ചേരുന്നു. ഇനി 24-ന് ഈ പരിപാടിയുടെ വിട്ടുകൊടുക്കുകയാണ് സ്നേഹത്തോടെ. അതിനു മുമ്പ് ചില ഉപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത് മദ്യത്തിൽ അടിമപ്പെട്ട് വഴിയോരങ്ങൾ കിടന്നിരുന്നൊരു മനുഷ്യൻ. മദ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലഹരി. പിന്നീട് ആ ലഹരിയിൽ നിന്ന് മുക്തനായി ഇന്ന് തൻ്റെ സർഗാത്മകതയാണ് ലഹരി എന്ന് തെളിയിക്കുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, കരൾ പകുത്തു നൽകാൻ ഒന്നുമില്ല പ്രണയമേ, പക്ഷേ എല്ലാം കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ കവികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉജ്ജ്വലങ്ങളാകുന്ന സ്നേഹ സംഹിതകൾ അദ്ദേഹം ഇന്ന് ജീവിതത്തിൻ്റെ മനോഹരമാകുന്ന മറ്റൊരു ലഹരി ആസ്വദിക്കുകയാണ്. ഇനി 2023-24 വർഷങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച ശിശു സൗഹൃദ പോലീസ് ഓഫീസർ എന്ന് ഖ്യാതി നേടിയിട്ടുള്ള വിജയൻ മേലത്ത് അവർകളെ സ്നേഹത്തോടെ ഈ സുഭാഷിന്റെ മണ്ണിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനതിനപ്പുറത്ത് എല്ലാവരുടെയും സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സൗഹൃദത്തോടെ തൻ്റെതായ നിയമ സംഹിതയുടെ പരിപാലന രംഗത്ത് നിൽക്കപ്പെടുമ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കൃത്യമായി തൻ്റെതായ മികവും തികവും പുലർത്തി ഈ മനോഹരമാകുന്ന സുഭാഷിന്റെ മണ്ണിലെ, ഈ മനോഹരമാകുന്ന മുല്ലശ്ശേരിയുടെ മണ്ണിലെ തന്നെ അഭിമാനമാണ് അദ്ദേഹം. പ്രിയമുള്ളവർ, അടുത്തത് 2025 പഞ്ചാബിൽ നടന്ന ഓൾ ഇന്ത്യ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ജേഴ്സി അണിയുകയും സിൽവർ മെഡൽ നേടുകയും ചെയ്ത ക്ലബിന്റെ വനിതാ അംഗം ഗോപിക രവീന്ദ്രന് സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്നേഹോപഹാരം നൽകുകയാണ്. കമ്പക്കയറിൽ കൊമ്പുകോർത്ത് മുഷ്ടി ചുരുട്ടിയ കൈവെള്ളയിൽ നിന്ന് ഇടനെഞ്ചിൽ കോർത്തിണക്കിയ വീര്യത്തോടുകൂടി പിറകോട്ട് വലിച്ച് വിജയം നേടുന്ന ലോകത്തിലെ ഒറ്റ ഗെയിമിന്റെ പേര് അത് വടംവലിയാണ്. വളയിട്ട കൈകളിൽ അത് പെൺപുലികളുടെ ഏറ്റവും മനോഹര തീരമായി മാറുന്നു. പുരുഷ മേധാവിത്വത്തിന്റെ മസിൽ പവർ അല്ല വടംവലി എന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ പുലിക്കുട്ടികൾ. മറ്റൊരു ഉപഹാരം സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. 2025-ൽ ഉദുമ ദേവൂരി ബഡ് സ്കൂൾ ജില്ലാതലത്തിൽ നാടോടി നൃത്തം, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ് ഇനങ്ങളിൽ മത്സരിച്ച് 2ാം സ്ഥാനം നേടിയ ധന്യ നാരായണൻ ഓടിച്ചാടി വരികയാണ്. നിറകയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. കർണപുടങ്ങളിൽ അലയൊലി തീർക്കണം നിങ്ങളുടെ കയ്യടികൾ. അത് പ്രചോദനമാകണം. അതാണ് ഇന്നോവേഷൻ, അതാണ് മോട്ടിവേഷൻ, അതാണ് പ്രിയമുള്ളവരെ വരും കാലത്തിലെ തലമുറയിലേക്ക് നമ്മൾ നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രചോദനം. കയ്യടിച്ചു കൊണ്ടേയിരിക്കുക, കയ്യടി താളങ്ങൾ, കളകളനാദം കേട്ടുകൊണ്ടേയിരിക്കുക. അത് മനസ്സിന്റെ ഇടങ്ങളിൽ എവിടെയെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ കയ്യടി വീണ്ടും വീണ്ടും കർണപുടങ്ങളിൽ അലയൊലി തീർത്താൽ വരും വേദികൾ ഇവർ കൈയടക്കിയിരിക്കും. SK അവർക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. അവരുടെ അമ്മ അവരും കൂടി ഈ ഫോട്ടോ സെഷനിൽ വരണമെന്ന് അറിയിക്കുകയാണ്. മുമ്പിൽ നിന്ന് ആനന്ദത്തിന്റെ നിറകണ്ണീരാണ് പ്രിയമുള്ളവരെ. മാധ്യമപ്രവർത്തനത്തിന്റെ പുതിയ പുലരികൾ താണ്ടിയുള്ള യാത്രകൾ പോകുന്ന തലമുറയിലേക്ക് ഒരു കാലത്ത് പ്രചോദനമായിരുന്നു SKN. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നാണ് ഈ മനോഹരമാകുന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നെക്സ്റ്റ് തപസ്യ ഫ്ലവേഴ്സിലെ ഏറ്റവും മികവാർന്ന ടോപ്പ് സിംഗറിൽ തൻ്റെതായ മികവ് തെളിയിച്ച ഒരു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ പോരെ, ഒന്നൊന്നര കുട്ടിയാണ്. നല്ലൊരു കൈയടി നൽകാൻ പ്രിയമുള്ളവരെ. ഗാനം, ആലാപന മികവിന്റെ മനോഹാരിത പുതിയ തലമുറ കടന്നു വരട്ടെ. അവർ കായിക ലഹരിയിൽ, കലയിൽ, അതിൻ്റെ മനോഹര തീരങ്ങളിലൊക്കെ വരട്ടെ. തലമുറയിൽ കൈമാറി അതായിരിക്കട്ടെ ലഹരി എന്നുകൂടി ഈ മനോഹരമാകുന്ന സന്ദേശമായി ഇറക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായ നിമിഷങ്ങൾ, ഈ മുല്ലശ്ശേരിയുടെ മണ്ണ് ഇളകി മറിയുന്ന മനോഹരമാകുന്ന തീരങ്ങൾ. പ്രിയമുള്ളവരെ,
നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓടയിൽ മാത്രമായിരുന്ന ജീവിതത്തിൻ്റെ മനോഹര തീരങ്ങൾ സർഗാത്മകതയുടെ നാമ്പുകൾ പകുതേകി ഇന്ന് പുസ്തക വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിൻ്റെ പ്രകാശനം അദ്ദേഹം SKക്ക് നൽകപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തോട് കഥ പറയുന്ന നിമിഷങ്ങളാണ്. ചരിത്രത്തിന് വേണ്ടി വഴിമാറുന്ന നിമിഷങ്ങളാണ്. ചരിത്രത്തിൻ്റെ ചരിത്രപരമായ സംഹിതകളെ ചേർത്ത് വെക്കുന്ന നിമിഷങ്ങളാണ്. ചരിത്രപരമായ മുന്നേറ്റങ്ങളിലേക്ക് ചരിത്രം പ്രയാണം കുറിക്കുകയാണ്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഹിസ്റ്റോറിക്കൽ ജേർണി ഓഫ് 40 years. അതാണ് SKN. നമ്മളൊക്കെ കണ്ട് മടുത്ത സെൻസേഷനിൽ നിന്ന്, കണ്ടുമടുത്ത അവതരണ ശൈലിയിൽ നിന്ന് ഏറ്റവും മികവാർന്ന രീതിയിൽ പുതിയ പുലരിയിൽ താണ്ടിയുള്ള പുതിയ മാധ്യമപ്രവർത്തനത്തിലേക്ക് നമ്മളെപ്പോലുള്ളവരെയൊക്കെ ആനയിക്കപ്പെട്ടൊരു മനുഷ്യൻ. അതിനപ്പുറത്ത് 40 വർഷം കൊണ്ട് ഏറ്റവും മികവാർന്ന രീതിയിൽ തൻ്റെ പുരുഷായുസ് ധാർമ്മികമാകുന്ന മാധ്യമപ്രവർത്തനത്തെ ചേർത്ത് പിടിച്ച ഒരാൾ, മലയാളക്കരയുടെ അഭിമാനമായി മാറിയ ഒരാൾ ഈ മണ്ണിലെത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് നിറകയ്യടിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ മൈക്ക് കൈമാറുകയാണ്. ഉദുമാക്കാരൊക്കെ ഉറങ്ങിയോ? ഹായ് ഉദുമ, ഹായ് ഉദുമ. ഓ, അപ്പോൾ ഉദുമാക്കാർക്ക് എനർജി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഉദുമയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു സ്നേഹിതൻ MA റഹ്മാൻ എന്നൊരാളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. കോളേജ് അധ്യാപകനാണ്, ഇപ്പോൾ റിട്ടയർ ചെയ്തൊക്കെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിക്ക് ദേശീയ അവാർഡൊക്കെ നേടിയ ആളാണ്. ഉദുമയുടെ അഭിമാനമാണ്. ആ തറവാട്ടിൽ ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരേ കാലം പഠിച്ചവരാണ്. അപ്പോൾ എന്തായാലും റഹ്മാൻ ഇവിടെ ഇല്ല, കോഴിക്കോടാണ് താമസം, അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാര്യം ഈ കൂട്ടത്തിൽ ഒരുപാട് വനിതകളും അമ്മമാരുമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. അതെന്തുവാ പൊക്കി കാണിക്കുന്ന സംഭവം? ഒന്നുമില്ലല്ലേ? അപ്പോൾ എന്തോ ഒരു കാലെന്തോ പൊക്കി കാണിക്കുന്നു, തലമണ്ടയ്ക്ക് അടിച്ചു പറ്റിക്കുന്നതല്ലോ ആണോ? ഓക്കെ. നമ്മൾ ഇതിനൊക്കെ നടക്കുമ്പോൾ നമ്മൾ തലയൊക്കെ സൂക്ഷിച്ചോണം. നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴാണെന്ന് അറിയത്തില്ല. ഈ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് എന്നൊരു സാധനമുണ്ട്, ഒറ്റ അടി കൊണ്ടാൽ മതി മറിഞ്ഞു വീഴും. ആർക്കെങ്കിലും അടി കൊണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ പര്യടനം 30 ദിവസങ്ങൾ നീണ്ടുപോയ ഈ പര്യടനം ഇന്ന് ഒരു ഫംഗ്ഷൻ കൂടി കഴിയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി 8:30 പ്രത്യേക ട്രെയിനിൽ, നമുക്ക് വേണ്ടി മാത്രം വിടുന്ന ട്രെയിനല്ല, സ്പെഷ്യലായി ഓടുന്ന ട്രെയിനിൽ നമ്മളൊരു യാത്രക്കാരനായിട്ട് ഞങ്ങളുടെ വാർത്താ സംഘം ഞങ്ങൾ കോഴിക്കോടേക്ക് പോകും. കോഴിക്കോട് നാളെ വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1,00,000 പേര് പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കും. അപ്പോൾ ഈ ഒരു വലിയ ജനറാലിയാണത്. നിങ്ങൾക്കറിയുന്ന പോലെ എന്തിനാണ് ഈ 1,00,000 ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞായറാഴ്ചയായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകും. നമ്മൾ കരുതുന്നത് പോലെ അല്ല. കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ലഹരികൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതമാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, സാഹിത്യമാണ് ലഹരി, കളിയാണ് ലഹരി, കാൽപന്താണ് ലഹരി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ഈ ഉന്മാദം കിട്ടുന്നതിന് വേണ്ടി, അതീതമായി തലച്ചോറ് ചൂടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് വിശേഷിപ്പിച്ചില്ലേ നമ്മുടെ അവതാരകൻ? ഓടയിൽ കിടന്ന ജീവിതം, ഓടയിൽ നിന്ന് പൊങ്ങി വന്നത്. അതുപോലെ ഓടയിലായി പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ ചെറിയ കുട്ടികൾ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ, പെൺകുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഒക്കെ ഒരുപാടുണ്ട്. നമുക്ക് വലിയ സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് താമസിച്ചു പോയി. നമ്മുടെ സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ ഇത്തരം ലഹരി വിൽപ്പനക്കാരായ കുട്ടികൾ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അമ്മമാർക്ക് വലിയ വേദനയായി കണ്ണീരായി മാറുന്ന കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട്. പല ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളും ഇന്ന് അമ്മമാരുടെ കണ്ണീരിന് കാരണമാകുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ കോവിഡിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ രാസലഹരിയുടെ വ്യാപനം തന്നെയാണ്. ശുദ്ധപാഷാണമാണത്. ഈ കെമിക്കൽ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം, ഈ കൊച്ചിയിലെ ഒരു ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ജോസഫ് പറയുണ്ടായി, 13 വയസ്സുകാരന് ഹാർട്ട് അറ്റാക്ക് വരുന്നു, 16 വയസ്സുകാരന് ഹൃദയഭിത്തികൾ തകർന്ന് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാകുന്നു, അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ ഈ ലഹരി അത്ര അപകടം പിടിച്ച സാധനമാണ്. നിങ്ങളോട് ആശ്മി പറഞ്ഞോന്ന് എനിക്കറിയില്ല. താമരശ്ശേരിയിൽ ഒരു കവർ MDMA വിഴുങ്ങിയ ഒരു മനുഷ്യൻ, പോലീസിനെ കണ്ട് പേടിച്ച് വിഴുങ്ങിയ മനുഷ്യൻ ആമാശയത്തിൽ കിടന്ന് കവർ പൊട്ടി മരിച്ചുപോയി. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കവറ് MDMA എന്ന് പറയുന്ന സാധനത്തിൻ്റെ കവറ് പൊട്ടിപ്പോയാൽ ആമാശയത്തിനത് താങ്ങാൻ കഴിയില്ലെന്നും ശരീരശാസ്ത്രം പിന്നെ പ്രവർത്തിക്കില്ലെന്നും അയാൾ കാഞ്ഞു പോകുമെന്നും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പഞ്ചസാരയുടെ തരി പോലെയുള്ള ഒരു ചെറിയ സാധനം, നഖത്തിൻ്റെ അടിയിൽ പോലും സൂക്ഷിച്ച് കടത്താവുന്ന ഒരു സാധനം, അത് നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ആകർഷിച്ച് തുടങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തേ അപകടം എന്ന് ചോദിച്ചാൽ, ഇതൊരു സിന്തറ്റിക് ലഹരിയാണ്. ഇതിന് മണവും ഗന്ധമൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞ ഒരാൾ വീട്ടിൽ വന്ന് കയറിയാൽ നമുക്കത് മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികൾ കൂട്ടം കൂടി
സംഘാംഗങ്ങളോടൊപ്പം പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ഈ രാസലഹരി ബ്രൗൺ ഷുഗറോ കൊക്കൈനോ അതല്ലെങ്കിൽ LSDയോ ചരസോ കഞ്ചാവോ MDMA ഒക്കെ കഴിച്ചിട്ട് വന്നാൽ നമ്മൾ അറിയാതെ പോകുന്നു. കഞ്ചാവാണെങ്കിൽ പിന്നെ ഒരു ചെറിയ മണമൊക്കെ കാണും. അപ്പോൾ ചെറിയ കുട്ടികൾ അവരെ ആകർഷിക്കാൻ വേണ്ടി പരീക്ഷാ കാലത്തൊക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പരീക്ഷാ സമയത്ത് റോഡരിയിൽ നിന്ന് ചില ആളുകൾ, ചില അപരിചിതർ കുട്ടികളോട് പറയും, പരീക്ഷ നന്നായി എഴുതണമെങ്കിൽ, ഇന്നലെ പഠിച്ചത് മുഴുവൻ ഓർമ്മ വരണമെങ്കിൽ ഈ ഒരു ചെറിയ മിഠായി കഴിച്ചാൽ മതി. കൂൾ പോലുള്ള ചില മിഠായികൾ കൊടുക്കുന്നു. ചില ചോക്ലേറ്റ് മിഠായിക്കകത്ത് ഈ ലഹരി കലർത്തി കൊടുക്കും. കുറേശ്ശെ അതിൻ്റെ ഡോസ് കൂട്ടി കഴിയുമ്പോൾ അവസാന പരീക്ഷയാകുമ്പോഴേക്കും ഈ കുട്ടിയുടെ ജീവിതം വേറൊരു പരീക്ഷണത്തിന് തയ്യാറാകും. ഈ കുട്ടി ലഹരിക്ക് അടിമയാകും. ഈ ലഹരി കൊടുത്ത ആ ചെറുപ്പക്കാരനോ അപരിചിതനോ ആയ വ്യക്തിയില്ലേ, അയാളെ തേടി ഈ കുട്ടി ചെല്ലും. അതാണ് സാഹചര്യം. പിന്നീട് പിടിച്ചാൽ കിട്ടില്ല. വീട്ടുകാരും അറിയാതെ ക്രമേണ കൊണ്ട് ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലെ ഒരു സെല്ലിലേക്ക് ഇവനെ തളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ പെൺകുട്ടിയെ തളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, അവൾ പിച്ചാത്തിയെടുത്ത് അമ്മയെ കുത്തിക്കൊല്ലും, ചിലപ്പം ബാപ്പയെ കുത്തിക്കൊല്ലും, അയൽവാസിയെ കുത്തിക്കൊല്ലും. പോകുന്നിടത്തെല്ലാം രക്തം ചേറ്റുന്ന അക്രമങ്ങൾ നടത്താൻ ഇവർ തയ്യാറായി എന്ന് വരും. നമ്മുടെ വീട്ടിലിങ്ങനെ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളില്ല എന്ന് സമാധാനിച്ച് നമ്മളൊരു അവനവനിസ്ഥര് അമർന്ന് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സുകൾ കയറി യാത്ര ചെയ്യുമ്പോൾ, സിനിമാ തിയേറ്ററിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെയെല്ലാം ചിലപ്പോൾ ഈ MDMA പോലുള്ള പാഷാണങ്ങൾ കഴിച്ചു വരുന്ന കുട്ടികളുണ്ടായെന്ന് വരും. ആ കുട്ടികൾ ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനവുമില്ലാതെ നിങ്ങളെ ചിലപ്പോൾ ആക്രമിച്ചെന്ന് വരും. എന്ന് വെച്ചാൽ നാളെ ഉദുമയിൽ നിങ്ങൾ ആരെങ്കിലും ഇറങ്ങുമ്പോൾ അവിടെ ആൾക്കാർ പിച്ചാത്തിയുമായിട്ട് വരുമെന്നല്ല. ക്ഷമിക്കുക, 30 ദിവസം യാത്രയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ്. ചുമയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, ശബ്ദമൊക്കെ പോയി, വോക്കൽ കോഡൊക്കെ തളർന്നു പോയി. MDMA കഴിക്കാതെ വോക്കൽ കോഡ് തകർന്ന് തുടങ്ങി. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കുട്ടികളെ വളരെ കരുതലോടെ നിങ്ങൾ വളർത്തുക. സ്കൂൾ ബാഗുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. കുട്ടികൾക്ക് അനാവശ്യമായി വരുന്ന ഫോൺ കോൾ ആരുടെയും നോക്കുക. മൊബൈൽ ഫോണിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് വരുന്ന സന്ദേശങ്ങൾ, ഇവർ ബന്ധപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്തവരാണ് മലയാളികൾ. പക്ഷേ കൂടുതൽ കുട്ടികളും ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ വീട്ടിൽ ഈ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ഒരു അപൂർവ വസ്തുവായി മാറി. പണ്ട് തീൻമേശയിൽ നമ്മൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ പരസ്പരം സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തീൻമേശയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ വളരെ നന്നായി. ടെലിവിഷൻ ചാനലുകൾ നിങ്ങൾ കുറച്ചു നേരം കണ്ടില്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായി വരുന്ന ചങ്ങാത്തത്തിന് വരുന്ന കൂട്ടുകാർ അപകടകാരികളാകും. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത പല ആളുകളും MDMA വിറ്റ് പൈസക്കാരനാകാൻ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ PhD പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയും, ചിലപ്പോൾ MA പാസ്സായ ആളുകളാണെന്ന് പറയും. ശുദ്ധ കള്ളത്തരം കൊണ്ട് കുട്ടികളെ ചുറ്റിക്കറക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പൈശാചിക കോലങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും അപരിചിതർ ചുറ്റിക്കറങ്ങിയാൽ നമ്മൾ അപ്പോഴും പ്രായമുള്ളവർ ചോദിക്കും, അവനെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ എന്ന്. എന്നാൽ ഇന്നങ്ങനെ ചോദിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയില്ല ആളുകളെ. നമുക്ക് അയലത്ത് താമസിക്കുന്ന ആളിൻ്റെ പേര് പോലും അറിയില്ല. അവരാരാണെന്നോ എന്താണെന്നോ എങ്ങനെ പോകുന്നോ അറിയില്ല. ചിലപ്പോൾ MDMAയുടെ നിർമ്മാണം തൊട്ടയലത്തായിരിക്കും നടക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ അവിടെ പോയി വലിയ വലിയ ഇൻ്റർനാഷണൽ മാഫിയ നെറ്റ്വർക്കിൻ്റെ ഈ രാസലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നത് മലയാളികൾ തന്നെയാണ്. വളരെ പെട്ടെന്ന് പണക്കാരനാക്കണം, വലിയ അമ്പരചുംബിയായ രമ്യകർമ്മങ്ങൾ പണിത് തീർത്ത് നാട്ടിൽ ചമഞ്ഞു നടക്കാൻ പറ്റുന്നൊരു കോടീശ്വരൻ്റെ കുപ്പായം അണിയാനുള്ള ക്ഷിപ്രവേഗത്തിൽ അവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികളെ കൊല ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വൃദ്ധസംഘം, ഒരു പ്രായമായ സംഘവും കേരളത്തിലുണ്ട്. മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്നൊരു ശൃംഖലയാണ്. അതിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നമ്മുടെ തൊട്ടയലത്ത് താമസിക്കുന്ന ഒരു ഗംഗാധരനോ ഒരു മജീദോ ഒക്കെ ആകും. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങളുടെ അയലത്ത് താമസിക്കുന്ന ഒരുവൻ കുട്ടികൾക്ക് ഇത്തരം ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനെ തടഞ്ഞു വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുവാനുള്ള മൗലികമായ അവകാശം നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ പൗരൻ നമ്മുടെ ഭരണഘടനാ പ്രകാരം അനുഭവിക്കുന്ന ഒരു സിവിൽ റൈറ്റാണ്. ആ അവകാശം നിങ്ങൾ ഉൾക്കൊള്ളണം. അതേസമയം നിങ്ങൾ സംശയത്തിൻ്റെ പേരിൽ ഒരാളെ പിടിച്ചിട്ട് അയാളെ മർദ്ദിച്ച് അവശനാക്കി പോലീസിൽ കൊടുത്ത് എങ്ങനെയെങ്കിലും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയായി പോകും. അത് നിങ്ങൾ ചെയ്യരുത്. കയ്യാങ്കളിക്ക് നിങ്ങൾക്ക് അധികാരമില്ല. എൻഫോഴ്സ്മെൻറ്റ് പോലീസിന് വിട്ടുകൊടുക്കുക. എന്നാൽ സംശയമുള്ളവനെ തടഞ്ഞു നിർത്തുക. അവനോട് സഹതാപത്തിൻ്റെ ആവശ്യമില്ല. കാര്യമെന്നറിയാം, തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ നമുക്ക് ചുറ്റും പാറി നടക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ഹർഷോന്മാദം, എക്സസി എന്ന പേരിട്ട ഒരു ഉന്മാദ ലഹരിയിലേക്ക് മുഖം കുത്തി വീഴ്ത്താൻ പ്രേരിപ്പിക്കുന്ന നരാധമനാണ് നമ്മുടെ ഈ അയലത്ത് നമുക്ക് പരിചയമില്ലാത്ത ഇവൻ.
ഇവനോടൊന്നും സഹതാപത്തിൻ്റെ സ്വരം നമ്മൾ ഇടേണ്ട കാര്യമില്ല. അവനോടുള്ള സ്വരം നിങ്ങൾ കടുപ്പിക്കുക. നിങ്ങൾ ഒരുപാട് കരുതലുകൾ വേണം. നമ്മൾ 8-10 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന മലയാളികളാണ് നമ്മൾ. നിങ്ങൾ ഈ കുറച്ചു കാലം ഉറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റും അപകടം നിറഞ്ഞൊരു കാലാവസ്ഥ ഇങ്ങനെ കാർമേഘ പടലം ഇങ്ങനെ മൂടിക്കെട്ടി വരികയാണ്. തൊട്ടയൽ വീട്ടിലൊരു നിലവിളി കേട്ടാൽ അത് ടെലിവിഷൻ്റെ വോളിയമായിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അവിടെ എന്തോ ചിലപ്പോൾ ഒരു MDMA-കാരൻ്റെ പേക്കൂത്തുകളായിരിക്കും. നിങ്ങൾ കാത് കൂർപ്പിച്ച് നടക്കണം. വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തണം. അതുപോലെ സ്കൂളിലെ അധ്യാപകർ അവരിപ്പോൾ ഏതാണ്ട് ഒഴിഞ്ഞ മട്ടാണ് പലരും. അങ്ങനെ പോരാ. അധ്യാപകർക്കെതിരെ പരാതി പറയാൻ, കുട്ടികളെ കുറിച്ച് പറയാൻ സ്കൂളിൽ പോകാം. പക്ഷേ അധ്യാപകനൊന്ന് തോണ്ടിയാൽ, അവൻ്റെ ഊരയിലൊന്ന് നുള്ളിയാൽ, അവൻ്റെ ചെവിക്കൊന്ന് പിടിച്ചാൽ ഉടനെ പോയി ആകാശം ഇടിഞ്ഞു വീണു, അവനെതിരെ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, കോടതി കയറ്റുമെന്ന് പറഞ്ഞ് അധ്യാപകരെ നമ്മൾ ഒറ്റപ്പെടുത്തി. അവിടുന്ന് തുടങ്ങി നമ്മുടെ പരാജയം. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരു അധ്യാപകൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് അയാളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം മിടുക്കരാണെന്നറിയുന്ന ദിവസമാണ്. പരീക്ഷയ്ക്കൊക്കെ അവർ 1-ാം റാങ്ക് നേടുമ്പോൾ ഏറ്റവും ആശ്വസിക്കുന്നത് അധ്യാപകനായിരിക്കും. ഒരു അധ്യാപകൻ്റെ നിർവൃതി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയാണ്. അത് മനസ്സിലാക്കാതെ പോയ മാതാപിതാക്കളാണ് ഈ അധ്യാപകനെ കോടതി കയറ്റുന്നത്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അധ്യാപകൻ ചൂരലെടുക്കണമെന്ന്. അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ചൂരൽ എപ്പോൾ പൊളിഞ്ഞു പോയോ, എപ്പോൾ നഷ്ടപ്പെട്ടു പോയോ അന്ന് തുടങ്ങി ഈ നാടിൻ്റെ അപകടം. ലേശം ഒരു ശാസനയും ചില്ലറ കയ്യാങ്കളിയൊക്കെ അധ്യാപകനുള്ള അവകാശമായി നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികളൊരു ഭയത്തോടെ ക്ലാസ് മുറിയിലിരിക്കൂ. ഇപ്പോൾ അധ്യാപകനോട് പേരിട്ട് വിളിക്കാനും, ക്ലാസ് മുറിയിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപിക സാരി ഉടുത്താണ് ക്ലാസ്സിൽ വരുന്നതെങ്കിൽ അവരോട് വൃത്തികെട്ട കമൻറ്റുകൾ പറയാനും കുട്ടികൾ തയ്യാറാകുന്നു. MDMA-യുടെ സ്വാധീനം കൊണ്ട് അധ്യാപികമാരോട് മോശമായി പെരുമാറുന്ന കുട്ടികൾ സംസ്ഥാനത്തെ പല പള്ളിക്കൂടങ്ങളിലുമുണ്ട്. മാനാഭിമാനവും മാനബോധവും കൊണ്ട് പല അധ്യാപികമാരും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. പല അധ്യാപികമാരും സാരി മാറ്റി ചുരിദാറിലേക്ക് കയറി. കാരണം ഈ കുട്ടികളെ പേടിച്ച. ഈ കുട്ടികൾക്ക് ഒരു ഗൂണ്ടാ സംഘവുമായി ബന്ധമുണ്ടാവും മിക്കവാറും സ്കൂളുകളിൽ. ഏതെങ്കിലും ഒരു കുട്ടിയെ ഇത്തിരി ശാസിച്ച് വഴക്ക് പറഞ്ഞു പോയാൽ ആ ഗൂണ്ടാ സംഘം ഈ അധ്യാപികയെക്കുറിച്ച് മൂത്രപ്പുരയിൽ ഉൾപ്പെടെ എഴുതി വെച്ച് കളയും. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകനും ഈ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനും തമ്മിൽ പ്രണയമാണെന്നൊക്കെ എഴുതി വെച്ച് കളയും. ആ ഭിത്തി സാഹിത്യം ഇപ്പോഴും നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ട്. ഇതൊക്കെ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അധ്യാപകരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. നിങ്ങളുടെ കുട്ടികൾ ഇത്തരം രാസലഹരിക്ക് അടിപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. അതാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് രാസലഹരി കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കെതിരെ ചൂരലെടുക്കാം, നിങ്ങൾക്കെതിരെ പോലീസിൽ കേസെടുക്കില്ല, പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകില്ല എന്നൊക്കെ ഹൈക്കോടതി നിങ്ങൾക്ക് ധൈര്യം തരാൻ കാരണം അതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി പദാർത്ഥങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞു, വളരെ ലഭ്യമാണ്. അതേസമയം നമ്മുടെ കേരള നാട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഇത് വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട ഒരു വിപ്ലവമാണ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത്, പെൺകുട്ടികളെ പ്രത്യേകിച്ചും അടുത്തറിയുന്നത് ഉമ്മമാർക്കും അമ്മമാർക്കുമാണ്. അവർക്കറിയാം കുട്ടികളുണ്ടാകുന്ന പാപമാറ്റങ്ങളും ചലനങ്ങളും ഒക്കെ. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടി ആരെ കാണുന്നു, നമ്മുടെ കുട്ടി ആരോട് സംസാരിക്കുന്നു, എന്താണ് ആ കുട്ടിയിലുണ്ടാകുന്ന ഭാവവ്യത്യാസം, ആ കുട്ടി ഉറങ്ങാറുണ്ടോ, മുറിക്കുള്ളിൽ കഥ കടച്ച് ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തു കോവിഡിന് ശേഷം എന്നാൽ നമ്മൾ പല സൈറ്റുകളും, വേണ്ടാത്ത കുട്ടികൾ കാണേണ്ടാത്ത പോണോ സൈറ്റുകൾ ഉൾപ്പെടെയുള്ള പല സൈറ്റുകളും ഓപ്പണാക്കി ഫോൺ കൊടുത്തവരാണ് നമ്മൾ. ഇനി അതൊന്നും നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതേസമയം ഈ കുട്ടികളെ ശാസനാരൂപത്തിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. പെട്ടെന്നെല്ലാം പിടിച്ചു നിർത്താമെന്ന് കരുതി കുട്ടികളെ പേടിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വീട് വിട്ടിറങ്ങിയെന്ന് വരും. ഒന്നുമല്ലാത്ത പ്രായത്തിൽ അവർ പലതും ചെയ്തെന്ന് വരും. ഇന്നുകൂടി ഏതോ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. കുട്ടികൾക്ക് ഒരുപക്ഷെ സിനിമയിലും ടെലിവിഷനിലുമൊക്കെ കാണുന്ന പല കാര്യങ്ങളും അനുകരിക്കാനും ഒരു ചെറിയ പ്രതിസന്ധി പോലും താങ്ങാനുള്ള കരുത്തില്ല. നമുക്ക് ചേറ്റിലും ചേറിലും വളരുന്ന കുട്ടികളാണെങ്കിൽ അവർ കരുത്തരായിരിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വസിക്കുന്ന പല കുട്ടികളും ചേറിൽ കിടന്ന് വളർന്നവരാണ്. അവർക്ക് ഭയം അത്രയില്ല. എന്നാൽ നഗരങ്ങളിൽ ഫ്രിഡ്ജിലെ വെള്ളമെടുത്ത് കുടിച്ച് കുട്ടിക്കാലത്ത് വളർന്ന കുട്ടികൾ ഐസ്ക്രീം മാത്രം കഴിച്ചും നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്ത് കരച്ചിലൊടുക്കിയുമൊക്കെ കഴിഞ്ഞ കുട്ടികളെല്ലാം തന്നെ ഭയചകിതരായി പെട്ടെന്ന് മാറും. ഈ കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും പ്രവർത്തിച്ചെന്ന് വരും. അതുകൊണ്ട് വളരെ കരുതലോടെ അമ്മമാർ സ്വീകരിക്കുക. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിലും അമ്മമാരുടെ ചൂട് കണ്ണുനീറി മണ്ണിൽ വീണു തുടങ്ങി. മക്കളെ ഓർത്ത് വിലപിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുകയാണ്. മാത്രവുമല്ല, വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടി
രാസലഹരിക്ക് അടിമയാണെന്നറിയുമ്പോൾ അവൻ മനോരോഗം ബാധിച്ച ഒരാളിനേക്കാളും അപകടകരമായ ഭ്രാന്തിൻ്റെ വഴിയിൽ അവൻ കടന്നുപോയി എന്ന് കഴിയുമ്പോൾ ഒരു പെറ്റമ്മയ്ക്കുണ്ടാകുന്ന വേദന ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് പറയും. സ്നേഹമാണ് എല്ലാം. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന കവി പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നാണ്, പിന്നെ വീട്ടിലുള്ളവരെ സ്നേഹിക്കണ്ടേ? കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഇല്ല. അപ്പോൾ ഈ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വാത്സല്യം കിട്ടാത്ത ഒരു കുട്ടിയോട് അപരിചിതനായ ഒരു മിഠായിയുമായി സമീപിച്ച് സ്നേഹത്തിൻ്റെ ഗംഗ ഒഴുക്കി വിടുമ്പോൾ അവനോട് താല്പര്യം കൂടാനും അവനോട് താതാത്മ്യം പ്രാപിക്കാനും ചില കുട്ടികൾ ശ്രമിച്ചെന്ന് വരും. അതൊക്കെ നമ്മുടെ നാട്ടിലെ അപകടകരമായ കാലാവസ്ഥയുടെ ദുസൂചനകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും കുട്ടികളെ കുറച്ചുകൂടെ മാറോടണയ്ക്കുമ്പോൾ നിങ്ങൾ അറിയുക, അത് ഈ സ്നേഹമില്ലായ്മ കൊണ്ടാണ് 10 വയസ്സുകാരൻ ഈയിടെ 12 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA കൊടുക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ കേസായി. സ്വന്തം സഹോദരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ കൊടുക്കുന്നു. അതുപോലെ സഹോദരി കുളിക്കുന്ന ബാത്റൂമിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കുന്ന കുട്ടികളുണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ അപജയമല്ല, നമ്മുടെ നാട്ടിൽ രാസലഹരി വർദ്ധിച്ചു വന്നപ്പോഴുണ്ടായ പരിണിത ഫലങ്ങളാണ്. ഈ വാർത്താമുറിയിലിരുന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വാർത്തകളും നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോലും കഴിയില്ല. അത്ര അപകടം നിറഞ്ഞ ഈ ആസുര കാലത്ത് വരുന്ന വാർത്തകളൊക്കെ തന്നെ നമുക്ക് വല്ലാത്ത ധാർമ്മിക രോഷം ഉണ്ടാക്കുകയും നമ്മളെ വല്ലാതെ നടുക്കുകളെയും ചെയ്യുന്നതാണ്. പേടിപ്പിക്കുന്ന വാർത്തകൾ ഒന്നൊന്നായി കൂടുപൊട്ടി വരുന്നു. ഒരു ദിവസം 7 മണിക്ക് രാവിലെ വന്നു നിന്ന് ഞാൻ 9 മണിക്കിടയിൽ 2 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ 14 കൊലപാതക വാർത്തകൾ വായിച്ചു തീർത്തപ്പോഴാണ് ഇങ്ങനെ ഒരു പര്യടനം കേരളത്തിൽ നടത്താൻ ഞാനും എൻ്റെ വാർത്താ സംഘവും തീരുമാനിച്ചത്. ഓരോ ജില്ല കഴിയുന്തോറും നമുക്ക് ആശയറ്റു പോവുകയായിരുന്നു. നമ്മൾ നിരാശയിലാണ്. ഈ സാധാരണഗതിയിൽ ഒരു പര്യടനം ഇത്രയും ജനങ്ങളുടെ വലിയ പ്രതികരണം ഉണ്ടാക്കി അവസാനിക്കുമ്പോൾ നമ്മളൊക്കെ ആവേശഭരിതരാകുന്നുണ്ട്. ആ ആവേശം ഞങ്ങളില്ല. എനിക്കോ കാശ്മീരോ പ്രഭുതാലക്ഷ്മിക്കോ അതല്ലെങ്കിൽ എനിക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണോ ഒന്നും ഇതിൽ പ്രത്യേകിച്ചൊരു സംഭവം തോന്നുന്നില്ല. കാരണം ഈ നാടിനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ, ഈ നാടിനെ മുക്തമാക്കാൻ നമ്മൾ ഇനിയും താമസിച്ചു പോയാൽ ഒരുപക്ഷെ ഈ നാട് കൈവിട്ടു പോകുമോ എന്നുള്ള ആശങ്കയാണ് എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. നമുക്കിനി താമസിക്കാൻ കഴിയില്ല. ഒരു ദിവസം 700 ആളുകൾ പുതിയ രാസലഹരി ഉപയോഗിക്കുന്നവരായി കണക്കുകൾ പറയുന്നു. കൂടുതൽ ആളുകൾ ഇതിനകത്ത് മൂക്കൂത്തി വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. വീട്ടിൽ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഉറവിടം അന്വേഷിച്ചു പോകാൻ നമ്മുടെ പോലീസിനെ പ്രേരിപ്പിക്കുന്ന ബാഹ്യ ജനസമ്മർദ്ദം ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിശ്വസിച്ചോളൂ, ഈ രാജ്യാന്തര നെറ്റ്വർക്കുള്ള ഈ മാഫിയ സംഘത്തിൻ്റെ കടയറുത്ത് വീഴ്ത്താൻ ഇപ്പോഴും മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. ഇന്ത്യക്ക് ആകെ അഭിമാനമായ പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. അവർ കഴിഞ്ഞ കാലത്തും ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഒഴുകിയ കാലത്തൊക്കെ തന്നെ ആന്ധ്ര പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഈ സ്പിരിറ്റ് ഒഴുക്കുന്ന മഹാരാജാക്കന്മാരെ കണ്ട്, ഇനി എന്നെ ഒരു തവണ കൂടി നീ കൊണ്ട് വരുത്തി അതിനെ അറസ്റ്റ് ചെയ്ത് ഞാൻ തിരുവനന്തപുരത്തെ കൊണ്ടുപോയി പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരിനിയും കർണാടകം പോലെയുള്ള സംസ്ഥാനത്തേക്ക് യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു. ഉറവിടങ്ങൾ ബോംബിട്ട് തകർക്കാൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകണം. മാതാപിതാക്കൾക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ കഴിയണ്ടേ? നിങ്ങൾ കുറച്ചു കാലം ഉറങ്ങാതിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് നിദ്രാവിഹീനമായ രാത്രികൾ ഉണ്ടാകില്ല. അതില്ല, നിങ്ങൾ ഉറക്കം തൂങ്ങികളായി ഉറങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ അപകടകരമായ രാത്രികളായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇപ്പം നമ്മൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനത്തിന് ഫലമുണ്ടായി എന്ന് വരില്ല. അത്ര അപകടം നിറഞ്ഞൊരു കാലത്ത് നമ്മൾ ജീവിച്ചു തീർക്കുകയാണ്. ഒരുപക്ഷെ എനിക്കിപ്പോൾ 65 വയസ്സായി. എൻ്റെ ഒരു 60, എനിക്കൊരു 55 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 10 വയസ്സിലൊക്കെ എനിക്ക് ഓർമ്മയായി തുടങ്ങി. ഒരു 55 കൊല്ലക്കാലം കേരളത്തിലെ ജീവിതം ഞാൻ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥിതി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം പ്രളയം നമ്മൾ നേരിട്ടവരാണ്. നാട് മുഴുവൻ മുങ്ങിപ്പോയപ്പോൾ പൊങ്ങുതടിയായി വന്ന് നിന്നവരാണ് നമ്മൾ. കൊറോണ എന്ന ഒരു ചെറിയ കൃമികീടം നമ്മുടെ ഉറക്കം കെടുത്തിയപ്പോൾ ആ കൃമികീടത്തെ തകർത്ത് ഐക്യബോധം കൊണ്ട് വിജയിച്ചവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, നമുക്കൊപ്പം അണിചേരുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അണിചേരുക. നമ്മൾ യഥാർത്ഥത്തിൽ നാട്ടിലുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കോവിഡ് കാലത്ത് കൊട്ടിയടച്ച വാതിലുകളില്ലേ, അയൽവാസി ആരെന്നറിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അത് പോരാ. അയൽവാസി ആരെന്ന് നിങ്ങൾ അറിയണം. വാതിലുകൾ തുറന്നിടണം, വാതായനങ്ങൾ തുറന്നിടണം. അയലത്ത് താമസിക്കുന്ന ആരെ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. എന്താണ് അവൻ്റെ പണി എന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികൾക്കിടയിൽ ഇത്തരം ലഹരി വ്യാപനം വളരെ കൂടുതലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു.
അതുകൊണ്ട് അയലത്ത് താമസിക്കുന്നവൻ്റെ A to Z മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അതേപോലെ നാളെ കോഴിക്കോട് കടപ്പുറത്ത് അറബിക്കടലെ അടിച്ചു കയറുമ്പോൾ ഇരമ്പിയാർക്കുന്ന തിരമാലകളുടെ ശക്തിക്കപ്പുറം കടന്ന് ഒരു വലിയ മനുഷ്യ മഹാസമുദ്രം, ഒരു ജനശൃംഖല ആകാശം മുട്ടെ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറയും, നമ്മുടെ നാട്ടിലേക്ക് രാസലഹരി കയറ്റിയേക്കുന്ന ഏതൊരുവരും തുറുങ്കിലടയ്ക്കപ്പെടണം. അവസാനത്തെ നരാധമനായ രാസവിൽപ്പനക്കാരനും രാസലഹരിയുടെ കച്ചവടത്തിൽ കോടികൾ സമ്പാദിക്കുന്ന ഏതൊരു ജമീന്ദാറും ഈ നാട് വിട്ടുപോകണമെന്നും അവസാനത്തെ നരാധമനായ രാസലഹരി വിൽപ്പനക്കാരൻ ഈ കേരളമെന്ന് പറയുന്ന ഈ പുണ്യം നിറഞ്ഞ മണ്ണ് വിട്ടുപോകുന്നതുവരെ നമ്മളിനി വിശ്രമിക്കില്ലെന്നും ഇങ്ങനെയുള്ള ഒരു രാസലഹരിക്കാരനും കേരളത്തിൽ വീര് പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന 1,00,000 ആൾക്കാരുടെ മഹാപ്രകടനത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ അണിചേരുക. നാളെ ഞങ്ങൾക്ക് സമയമില്ല, പള്ളിയിൽ പോകണം, മറ്റു ചില പരിപാടികളുണ്ട്, മൂത്ത മകളുടെ ഇളയ മകൻ്റെ രണ്ടാമത്തെ മകൻ്റെ 3 മകളുടെ നിശ്ചയവും കല്യാണമുണ്ട് എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറരുത്. സമാധാനമായി ജീവിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമില്ലെങ്കിൽ ആരുടെ കല്യാണം നടന്നിട്ട് എന്ത് കാര്യം? കല്യാണവും ചാക്കാലയും ഒക്കെ ഇനിയും വരും. ഈ പ്രതിസന്ധി കടന്നു പോകാൻ ജനങ്ങളുടെ ഐക്യമല്ലാതെ മറ്റൊരു വഴിയില്ല, ജനങ്ങളുടെ സമ്മർദ്ദമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ പറയുന്നു, അറബിക്കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല നമ്മളവിടെ കോഴിക്കോട് കടപ്പുറത്ത് അണിചേരുന്നത്. നമ്മൾ അണിചേരുന്നത് ഹിമാലയം കണക്കെ നമുക്ക് നേരെ വരുന്ന മഹാ അപകടത്തെ ഒരേ ശക്തി തള്ളി മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളെ നമ്മൾ അവിടേക്ക് ക്ഷണിക്കുന്നത്. നിങ്ങൾ വരണം, നിങ്ങൾ വരണം, നിങ്ങൾ വരണമെന്ന് മാത്രമല്ല നിങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് നിങ്ങൾ വിളിച്ചു പറയണം. MDMA വിൽപ്പന കേരളത്തിൽ അനുവദിക്കില്ല. രാസലഹരിയിൽ മൂക്കൂത്തി വിടാൻ നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന്. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും അങ്ങേയറ്റം 24 നന്ദിയുണ്ട്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹവായ്പും നന്ദിയും എന്നോട് കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രശ്നമില്ല, ഈ മിഷൻ, ഈ ഉദ്ദേശം, ഈ രാസലഹരിക്ക് എതിരെയുള്ള നമ്മുടെ അന്തിമ പോരാട്ടം, അതിന് നിങ്ങൾ അണിചേരണം. ദിസ് ഈസ് എൻ അൾട്ടിമേറ്റ് വാർ. യെസ് ദിസ് ഈസ് എൻ അൾട്ടിമേറ്റ് വാർ. അണിചേരുക എന്ന് മാത്രവുമല്ല, ഈ കോഴിക്കോട് കടപ്പുറത്ത് പിറ്റേന്ന് പത്രം ഇറങ്ങുമ്പോൾ പറയണം, 1,00,000 ആളുകൾ ഒന്നിച്ച് പങ്കെടുത്ത ഈ മഹാസമ്മേളനം ആവശ്യപ്പെട്ടതുപോലെ ഈ ലഹരി വ്യാപാര കുത്തകളെല്ലാം തന്നെ കേരളം വിട്ടുപോകണമെന്ന്. ഇന്ന് നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ, നാളെ വൈകുന്നേരം കോഴിക്കോട് കാണാം. ഈ 24-ൽ ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ടെലിവിഷനിൽ കാണുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മാധ്യമ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ ഉദുമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല പ്രദേശങ്ങളും നൽകിയ പിന്തുണയ്ക്ക് എപ്പോഴും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഞാൻ നിങ്ങളോടൊപ്പം. ഗുഡ് ബൈ. താങ്ക് യു SK. ഇനി ഇവിടെ ഫ്ലാഷ് മോബ്, കൈകൊട്ടിക്കളി, മറ്റു പരിപാടികളാണ്. അതിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മനന്നൊന്തു വിളിക്കണ നേരത്ത് മനതാരില് വന്നമ്മ, ദൂരെ നിന്ന് ചിലമ്പൊലി കേട്ട് അടിയന്റെ കനവാണ്, കലിതുള്ളി കരിങ്കാളി കാവിൽ അമ്മ ദേവി ചിലമ്പാട്ടും, നീലകണ്ഠന്റെ ഓങ്കാരകാളി കാർമൂടി കെട്ടഴിക്കി, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ, മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരിനില കണ്ണുകളുള്ളവള, തല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരിനില കണ്ണുകളുള്ളവള, തല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ.
നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ, കണ്ടൊര നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ, കാണും കിനാവില എന്നും തിരിയും എൻ പെൺമേഘപ്പൂക്കളല്ലേ, പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ. ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, ചന്ദനഗന്ധം തഴുകിടുമ്പോഴെല്ലാം നിൻവരവായിരുന്നു, അന്നനട പോലടുക്കുന്ന നേരത്ത് കാർമുകിൽ പോയി മറഞ്ഞു, പെണ്ണ് നാണം കൊടുങ്ങി നിന്നു. ആടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകളാ. ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവിടും, 4 നാളിക്കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ, കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീഗുരും അമ്മ നടയിൽ, രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തിന്നാനായി, ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാരി നെല്ലും താവിടും, 4 നാളിക്കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ, കാലങ്ങളേറെയായി അമ്മേ ഞങ്ങൾ ശ്രീഗുരും അമ്മ നടയിൽ, രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി കാവു തിന്നാനായി. നരം പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിച്ചടി പെണ്ണെ, നരം പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിച്ചടി പെണ്ണെ, ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നായ നെല്ലും താകിടും, 4 നാളിക്കില വെച്ചേ പിന്നെ വീതും കർമ്മങ്ങളും ചെയ്തേ. ഇവിടെ വന്നാൽ പിന്നെ ജാതി മതങ്ങളില്ലല്ലോ, കണ്ണകി പെണ്ണിന്റെ ദുഃഖം അമ്മ നേരിട്ട് കണ്ടവളല്ലേ, ഒന്നിനോടൊത്തു പറയാൻ പിന്നെ വേറെ കഥകളില്ലല്ലോ, എല്ലാം അറിയുന്നൊരമ്മേ ഞങ്ങൾ എത്തുമ്പോഴെല്ലാം മറക്കും. നരം പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിച്ചടി പെണ്ണെ, നരം പാടുമ്പോ താളത്തിനൊത്ത് താളം പിടിച്ചടി പെണ്ണെ. ഗംഭീരമായി, നല്ല സൂപ്പറായിരുന്നു. ഇനി ലഹരിക്കെതിരെ ഒരു ഫ്ലാഷ് മോബാണ് അവതരിപ്പിക്കുന്നത്. चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 यार मिटाले आज चले छैया सारे इश्क की छाँव चल छैया पाँव जन्नत चले चल छैया छैया पाँव जन्नत चले चल छैया चल छैया 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 चल छैया 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 चल छैया 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 छैया
മന്ദഹാസദീപ്തിയോടെ നീ എനിക്കു തുമ്രിയായി. മനസ്സുകളുടെ കുളിരരുവികളിൽ ചിലും ചിലും മരതക മഴ മൊഴി തിരയുകയായി. അത്തിന്തോം തിന്തിയും തൊന്തനതിന്താതിരുന്തോം തകതിന്തോം തിന്തിയും തൊന്തനതിന്താതിരുന്തോ തിന്താതിരുന്തോ തിന്താതിരുന്തോ. ഏ ബൊമ്മി ഏ ബൊമ്മി ഏ ബൊമ്മി ഏ ബൊമ്മി. പടയായി പൊരുതാം വീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ. ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം വീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ. ലഹരിക്കെതിരായ നിചേരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ. ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ. യേശുവിലണി ചേരാമൊന്നായെന്നും ആ ലഹരിയിൽ മുന്നേറിടാം. തിരുസഭയുടെ തണലിൽ വളരാമെന്നും തിരുസഭയുടെ മക്കൾ നമ്മൾ. ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി. കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാം. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി. കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം വരും കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരും കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ഗംഭീരമായി കേട്ടോ. ശിരസ് ഉയർത്തി പറയുക ഇനി അടിപ്പെടില്ലെന്ന്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു പ്രതിജ്ഞ എടുത്ത് നമുക്ക് പിരിയാം. നമ്മൾ നാളെ വൈകുന്നേരം കോഴിക്കോട് സമ്മേളിക്കുമ്പോൾ ഈ പ്രതിജ്ഞയോടൊപ്പം നമുക്ക് ചില പ്രഖ്യാപനങ്ങൾ പുതിയതായി ഉണ്ടാകും. അപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം രക്തം കിനിയുന്ന ആത്മാർത്ഥതയോടെ ഈ പ്രതിജ്ഞ വായിക്കും. അത് കഴിഞ്ഞാൽ ദേശീയ ഗാനം, അതോടെ ഇവിടുത്തെ നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങ് അവസാനിക്കും. അത് തുടരും. അപ്പോൾ ആ പരിപാടി അല്ല, നമ്മൾ ദേശീയഗാനം ഇടുന്നില്ല. അതിന് പകരം ചില 3-4 ഐറ്റംസ് കൂടെ അവതരിപ്പിക്കാനുണ്ട്. അതിവിടെ തുടരും. നമ്മളുടെ അടുത്ത ലൊക്കേഷനിൽ എത്താൻ സമയമാകുന്നു. ഓക്കെ ആഷ്മി. പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് എഴുന്നേക്കണം. നമ്മുടെ ഈ പ്രതിജ്ഞ വെറുതെ വാചകങ്ങളല്ലാതെ ഹൃദയത്തിൽ തട്ടി ഒന്ന് ചൊല്ലുകയും വേണം. കാര്യം അത്രത്തോളം ഭീകരമായ സാഹചര്യം നമ്മൾ കടന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ഈ പ്രതിജ്ഞയുടെ പ്രസക്തി. നമ്മുടെ ആ പാലത്തെ നിൽക്കുന്നവരും ഈ പ്രതിജ്ഞ എടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, നിങ്ങൾ തന്നെ. ആ പാലത്തെ നിൽക്കുന്നവരുടെ
ഈ പ്രതിജ്ഞയെടുക്കാൻ സഹകരിക്കണേ. ഓക്കെ, അപ്പോൾ തുടങ്ങാവേ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ പോകാൻ അനുവദിക്കുക. ഇവിടെ മത്സര കലാപരിപാടി തുടരും. അപ്പോൾ നമ്മളിനി മറക്കണ്ട, നാളെ വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു തരും. വരിക.